ഐ എം എ ഫൈനൽ ഇയർ ബിടെക് സ്റ്റുഡന്റ്. ഞാനിപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലാണ് എഞ്ചിനീയറിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഐ ബീൻ ക്രാഫ്റ്റിംഗ് ഫോർ ലൈക്ക് ദി പാസ്റ്റ് 3 years. ആൻഡ് അന്നേരം തന്നെയാണ് ഞാൻ ഈ ട്വിസ്റ്റഡ് കാർട്ടൂൺസ് സ്റ്റാർട്ട് ചെയ്തതും ഇപ്പോ ഇതൊരു ചെറിയ ബിസിനസ് പോലെ ആയിട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, സോ ഇന്ന് ഇവിടെ വന്നതിൽ എല്ലാവരും ലൈക്ക് എന്ത് റീസൺ കൊണ്ടാണ് ഇതുപോലെ ഒരു സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കണം എന്ന് പഠിക്കാൻ വന്നിട്ടുണ്ടായത്? ഇസ് ഇറ്റ് ബിക്കോസ് യു വോണ്ട് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഓർ ലൈക്ക് ഒരു ക്യൂരിയോസിറ്റി വെച്ചിട്ടാണോ? എന്തുകൊണ്ടാണെന്ന് ജസ്റ്റ് ഒന്ന് പറയാമോ? ചാറ്റിലിട്ടാണ് ഗിഫ്റ്റ് ചെയ്യാൻ. ഓക്കെ, ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി, interest, for fun, to start a hobby. Okay, full. Okay, so yeah, ഇത് ഏത് രീതിയിലാണെങ്കിലും അങ്ങനെ പ്രത്യേകിച്ച് ചേഞ്ചസ് ഒന്നുമില്ല. എല്ലാ രീതിയിലും ഇറ്റ്സ് ഫൺ. ലൈക്ക് ഞാനും ഇത് സ്റ്റാർട്ട് ചെയ്തത് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ്. അങ്ങനെ എനിക്കിങ്ങനെ പുതിയ പുതിയ സാധനങ്ങൾ ട്രൈ ചെയ്യാനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ ആ ഒരു ഇത് വെച്ചിട്ടാണ് ഞാനും ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. സോ ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോകുന്നത്, ഐ ഹോപ്പ് ഈ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന്. ഇതും കൂടി ജസ്റ്റ് ഒന്ന് പിൻ ചെയ്യാം. ഓക്കെ, ഓക്കെ. സോ ഇങ്ങനെ ഒരു ചെറിയ സ്ക്രാപ്പ് ബുക്ക് ആണ് നിങ്ങൾക്ക് ഇന്ന് ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. സോ ഇത് ബേസിക്കലി എന്താ പറയുന്നത്, ഒരു മിനി സ്ക്രാപ്പ് ബുക്ക് ആണ്. ഇത് ഇതുണ്ടാക്കാൻ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുവാണെങ്കിൽ ഏത് സൈസിലുള്ളതോ ഏത് ഷേപ്പിലുള്ളതോ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ ഇന്നത്തെ വർക്ക്ഷോപ്പിൽ ഞാൻ മെയിൻലി പറഞ്ഞു തരാൻ പോകുന്നത് ഈ ഒരു സ്ക്രാപ്പ് ബുക്കിന്റെ ബേസ് എന്ന് പറയുന്നത് ഇത്രയും പോർഷനാണ്. അതായത് യു ക്യാൻ സീ ഇതിന്റെ പേജിനേക്കാളും കുറച്ചുകൂടെ കട്ടിയുള്ള പോർഷൻ ആണ് ഇതിന്റെ ബേസ് വരുന്നത്. ആൻഡ് ദെൻ ഇതിന്റെ പേജ് എങ്ങനെയാണ് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളെ പറ്റി ഞാൻ മെയിൻലി പറഞ്ഞു തരാൻ പോകുന്നത്. പിന്നുള്ളത് കളർ കോമ്പിനേഷൻസ്, തീംസ്, അതൊക്കെ എങ്ങനെ നമുക്ക് ഒരു വർക്ക് ചെയ്യാൻ നേരത്തെ എങ്ങനെ സെറ്റ് ചെയ്യാം, അതൊക്കെ മെയിൻലി ഇന്നത്തെ വർക്ക്ഷോപ്പിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് സെക്കൻഡ്. സോ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് ഏതൊരു ഓർഡർ എടുക്കാൻ നേരത്തും അല്ലെങ്കിൽ ഏതൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തും ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു തീം സെറ്റ് ചെയ്യാന്നുള്ളതാ, ഒരു കളർ തീം സെറ്റ് ചെയ്യാന്നുള്ളതാ. അപ്പം യൂഷ്വലി ഞാൻ അതിന് ചെയ്യുന്നത് ഒന്നെങ്കിൽ കസ്റ്റമേഴ്സിനോട് തന്നെ ചോദിക്കുന്ന അവർക്ക് എന്തെങ്കിലും തീം ഒരു പ്രിഫറൻസ് ഉണ്ടോ, അതനുസരിച്ചുള്ള കളേഴ്സ് ചൂസ് ചെയ്യും. ഇല്ലെങ്കിൽ സംടൈംസ് ലൈക്ക് അവർ തന്നെ എന്നോട് പറയും എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ആഗ്രഹം അനുസരിച്ചുള്ളത് ഞാൻ എടുക്കും. ഓക്കെ, സോ ഇന്ന് എന്റെ കസ്റ്റമേഴ്സ് നിങ്ങളാണ്. സോ ഞാൻ നിങ്ങളോട് അഭിപ്രായം ചോദിക്കുക. സോ ഞാൻ എന്റെ മെയിൻ കളർ എന്ന് പറയുന്നത് ഇന്ന് പിങ്ക് യൂസ് ചെയ്യാൻ പോകും. ഓക്കെ, സോ അങ്ങനെ എനിക്കൊരു പിങ്ക് എന്ന് പറഞ്ഞൊരു കളർ ഓപ്ഷൻ തരാൻ നേരത്ത് എന്റെ കയ്യിൽ ഏതൊക്കെ പിങ്ക് ഷീറ്റ്സ്, പേപ്പർ പാറ്റേൺ ഷീറ്റ്സ്, ഏതൊക്കെ പിങ്ക് ഷീറ്റ്സ് ഉണ്ടോ അതെല്ലാം ഞാൻ ജസ്റ്റ് എൻ്റെ എടുത്തു വെക്കും. സോ എൻ്റെ ഇപ്പൊ കറന്റ് ഉള്ളത് ഇത് രണ്ടും. ഇതിൽ ഈ ക്യാമറയിൽ ക്ലിയർ ആണോ എനിക്കറിയത്തില്ല, ബട്ട് ഇത് രണ്ടും ആക്ച്വലി രണ്ട് ഡിഫറെന്റ് ഷെയ്ഡ്സ് ഓഫ് പിങ്ക് ആണ്. ഇത് കുറച്ചും കൂടെ ബ്രൈറ്റ് പിങ്ക് ആണ് ആൻഡ് ദിസ് വൺ ഇസ് ബിറ്റ് മോർ ലൈറ്റർ പിങ്ക്. റൈറ്റ്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്റെ കയ്യിൽ ഇനി പിങ്ക് ഇച്ചിരിയെങ്കിലും വരുന്നതായിട്ടുള്ള മറ്റു പാറ്റേൺ ഷീറ്റ്സ്, അതായത് മറ്റു കളറിന്റെ കൂടെ പ്രിന്റഡ് ആയിട്ട് വരുന്നത്. ഫോർ എക്സാമ്പിൾ ഇതൊക്കെ കണ്ടില്ലേ, മറ്റു കളേഴ്സും വരുന്നുണ്ട്, പിങ്കും വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന മറ്റു ഷീറ്റ്സ് ഏതൊക്കെയുണ്ടോ അത് ഞാൻ ജസ്റ്റ് എന്റെ എടുത്തു വെക്കുന്നു. സോ സോ ഇപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ട് എൻ്റെ. ഒന്ന് പിങ്കും ഇതിനകത്തൊരു ലൈറ്റ് ഒരു ബ്ലൂ കളർ ഷെയ്ഡും വരുന്നുണ്ട്, ഇതിനോട് പിങ്ക് ആൻഡ് റെഡും വരുന്നുണ്ട്. ഓക്കെ, സോ എൻ്റെ ഇപ്പൊ രണ്ട് ഓപ്ഷൻ ഉണ്ട്. നെക്സ്റ്റ് ഇതിന്റെ കൂടെ ഞാൻ എടുക്കാൻ പോകുന്നത് ഇപ്പൊ ഈ ഒരു പ്രിന്റിനകത്ത് വരുന്ന കളേഴ്സ് എന്ന് പറയുന്നത് ഈ ഞാൻ പറഞ്ഞാൽ ബ്ലൂവും പിങ്കും. അപ്പൊ നമ്മൾ അതുപോലെ തന്നെ ഇതിന്റെ കൂടെ ബ്ലൂ എന്നുള്ള ഒരു സെറ്റ് ഉണ്ടാക്കി. ആൻഡ് ദെൻ ഇതിന്റെ കൂടെ റെഡ് വരുന്ന ഒരു ഷീറ്റ് എടുത്തു, ഇത് അടുത്ത സെറ്റ് ഉണ്ടാക്കി. സോ ഇങ്ങനെയാണ് നമ്മൾ പാറ്റേൺസ് അല്ലെങ്കിൽ കളർ കോമ്പിനേഷൻസ് സെറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങൾ കളർ കോമ്പിനേഷൻസ് സെറ്റ് ചെയ്യാൻ നേരത്തൊരു 3 കളർ മാക്സിമം. ഇതിനകത്ത് ഇപ്പൊ ഞാൻ 2 കളേഴ്സേ ഉള്ളൂ, പിങ്ക് റെഡ് അല്ലെങ്കിൽ പിങ്ക് ബ്ലൂ. ശരിക്കും അത് ബാലൻസ് ചെയ്ത് പോകുന്നതൊക്കെ ഇച്ചിരി പാടായിരിക്കും. സോ സേഫ് ആയിട്ട് പ്ലേ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ബെസ്റ്റ് ഇഫ് യു ജസ്റ്റ് ചൂസ് 2 to 3 കളേഴ്സ് മാക്സിമം. ഓക്കെ, സോ എന്റെ കസ്റ്റമേഴ്സ് ആയിട്ടുള്ള ഇന്ന് നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ഇതിൽ ഏത് ഓപ്ഷൻ വേണം, പിങ്ക് ആൻഡ് റെഡ് ഓർ പിങ്ക് ആൻഡ് ബ്ലൂ?
പിങ്ക് ആൻഡ് റെഡ്, പിങ്ക് ആൻഡ് റെഡ്, പിങ്ക് ആൻഡ് ബ്ലൂ, രണ്ടും വരുന്നുണ്ട്. ഞാൻ പിങ്ക് ആൻഡ് റെഡ് വെച്ച് ചെയ്യുവാണ്. രണ്ടും വരുന്നുണ്ട്. പിങ്ക് ആൻഡ് റെഡ് ടുഡേ. ഓക്കെ, സോ ഇനി ഞാൻ എന്റെ കയ്യിൽ ഈ ഒരു കളർ കോമ്പിനേഷൻസ് വരുന്ന മറ്റ് പേപ്പേഴ്സും ഇത് ചെയ്യുന്നു. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞല്ലോ 3 കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാവുന്നുള്ളൂ, അല്ലാതെ ഇപ്പം പാറ്റേൺസ് ഇപ്പൊ പലരും സീനൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇതിനകത്തെല്ലാം പിങ്ക് റെഡ് വരുന്ന ടൈപ്പ് പല പല പേപ്പേഴ്സ് ആണ്. അപ്പൊ ഇതെല്ലാം എനിക്ക് യൂസ് ചെയ്യാം, കുഴപ്പമില്ല. പിന്നെ ഇങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്, യു സി ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇസ് ലൈക്ക് എൻ ന്യൂട്രൽ കളർ. അതിപ്പോ നമുക്ക് എന്തിന്റെ കൂടെ ചെയ്താലും കുഴപ്പമില്ല. പക്ഷെ എന്നാലും ചിലയിടത്ത് ഉണ്ട്. ബട്ട് ഇതിന്റെ കൂടെ ഇപ്പൊ അത്യാവശ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചേർന്ന് പോകും. ഓക്കെ, സോ ഈ ഒരു ഷെയ്ഡ്സ് ആണ് ഞാനിന്ന് യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഇനിയും എനിക്ക് പാറ്റേൺ ഷീറ്റ്സിനെ കുറിച്ച് പറയാനുള്ളത് ഇത് എവിടെ നിന്നൊക്കെ കിട്ടും എന്നുള്ളതാണ്. സോ ഞാൻ യൂഷ്വലി ഇതെല്ലാം വാങ്ങിക്കുന്നത് ഓൺലൈൻ തന്നെയാണ്. ഇൻസ്റ്റഗ്രാമിൽ തന്നെ കുറെ സ്റ്റോറീസ് ഉണ്ട് നമുക്ക് പാറ്റേൺ ഷീറ്റ്സ് വാങ്ങിക്കാൻ പറ്റുന്നത്. ആൻഡ് ഞാൻ ഇതില് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പ്രിന്റ് എന്ന് പറയുന്നത് മെമ്മറി മേക്കേഴ്സ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. ദിസ് വൺ ഈസ് ഫ്രം മെമ്മറി. ഇതെനിക്ക് ഇഷ്ടമുള്ള എന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ മുമ്പേ, ഒരു പ്രിന്റഡ് ഷീറ്റ് ആൻഡ് അതിന്റെ തന്നെ അതാണ് ഇവരുടെ ഒരു പാക്കറ്റ് തന്നെ നമുക്ക് സാധനം കിട്ടും. സോ ഇറ്റ്സ് വെരി യൂസ്ഫുൾ, ഇറ്റ്സ് വെരി ബ്രൈറ്റ് ആൻഡ് കളർഫുൾ. അപ്പൊ അങ്ങനത്തെ ഷീറ്റ്സ് ആണ് ഈ മെമ്മറി മേക്കേഴ്സ് എന്നുള്ള ബ്രാൻഡ്. പിന്നെ ഇതല്ലാതെ ഞാൻ വാങ്ങിക്കുന്ന വേറൊരു ബ്രാൻഡ് നിർവാണ ഡിസൈൻ സ്റ്റോർ എന്ന് പറയുന്നതാണ്. സോ ഇതും ഇതുപോലൊരു വേറൊരു ബ്രാൻഡാണ്. ഇവർക്ക് ഇതേപോലെ നമുക്ക് അതിൽ തന്നെ വെച്ചിട്ട് ഇഷ്ടംപോലെ പ്രോജക്ട് ഇപ്പൊ ഈ ഒരു സംബന്ധിച്ചുള്ള പേപ്പേഴ്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഷോപ്പിൽ നിന്നാണ്, മൈ പേപ്പർ പാക്ക് എന്ന് പറഞ്ഞൊരു ഷോ. ഇത് ആക്ച്വലി കാലിക്കറ്റിലുള്ള ഒരു കടയാ. ഇവരുടെയും സാധനങ്ങൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഷീറ്റ്സ് ആണ്. ആൻഡ് മറ്റ് ഷോപ്സിനെക്കാളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ പ്രൈസ് കുറവാണ്. പക്ഷെ പേഴ്സണലി എനിക്കുള്ളൊരു ഇതിൽ തോന്നിയിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ മുമ്പേ പറഞ്ഞ കേസിൽ ഇതിലിപ്പോ ഒരു പാക്കറ്റ് തന്നെ നമുക്ക് സെയിം കളർ ടോണിലുള്ള സാധനം കിട്ടാൻ പാടാണ്. ഓക്കെ, സോ ലൈക്ക് ഇതിനകത്ത് ഇപ്പം പല പല കളേഴ്സ് ആയിട്ടാണ് വരുന്നത്. സിംഗിൾ ടോണിലുള്ള കളർ ഇതുമായിട്ട് മാച്ച് ചെയ്യുന്നുള്ളത് വരുന്നില്ല. അപ്പം ഇതിന്റെ 2-3 ഷീറ്റ്സ് വാങ്ങിച്ചാലും ഞാനിപ്പോ പറഞ്ഞ പോലെ നമുക്ക് കളർ കോമ്പിനേഷൻസ് സെറ്റ് ചെയ്യാൻ പറ്റും. സോ അതേ ഉള്ളൂ ഇതിന്റെ പ്രശ്നം. പക്ഷെ മറ്റേത് വെച്ച് നോക്കുമ്പോൾ ദിസ് വൺ ഇസ് ചീപ്പർ. ആൻഡ് നിങ്ങളിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ഇതിന്റെ കൊച്ചു കൊച്ചു പാക്സ്, ഇതിപ്പോ ഏറ്റവും വലിയ സൈസിലുള്ള പാക്കാ. ഇതിന്റെ 8 ഇഞ്ചിലൊക്കെ വരുന്ന കുഞ്ഞു കുഞ്ഞു പാക്സ് വരും. അതിനധികം വിലയില്ല. അപ്പം സ്റ്റാർട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ ചുമ്മാ ട്രൈ ഔട്ട് ചെയ്യാനുള്ളതാണെങ്കിൽ അത് വെച്ചാണെങ്കിലും ചെയ്യാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പാറ്റേൺ ഷീറ്റ്സിനെ കുറിച്ച് ജനറലി പറയാനുള്ളത്. Now next is we start making the base. സോ ഞാൻ മുമ്പേ പറഞ്ഞാലേ ബേസ് എന്ന് പറയുന്നത് മെയിൻലി ഈ ഇത്രയും ഒരു പോർഷൻ ആൻഡ് ദെൻ ഈ പേജസ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഹിഞ്ച് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടാക്കുന്നത്. അത്രയും കാര്യങ്ങളാണ് ബേസ് എന്ന് പറയുന്നത്. ഇപ്പൊ ബേസ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു തിക്ക് ബോർഡ് ആണ് ഏറ്റവും ആവശ്യമുള്ളത്. സോ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു ബ്രൗൺ കളർ ബോർഡ്. ഇത് ആക്ച്വലി വലിയ ഷീറ്റ് ആയിട്ട്, ഒരു ചാർട്ട് പേപ്പറിന്റെ സൈസിലുള്ള ഷീറ്റ് ആയിട്ട് നമുക്ക് ലോക്കൽ ആയിട്ടുള്ള സ്റ്റോഴ്സ് കിട്ടും. അതിന് ബേസ് ബോർഡ് അല്ലെങ്കിൽ ബ്രൗൺ ബോർഡ് എന്നൊക്കെ പലയിടത്തും പല പേരൊക്കെയാണ് പറയുന്നത്. അപ്പം ഇങ്ങനത്തെ ഒരു ഷീറ്റ് കിട്ടും. ഞാൻ പറഞ്ഞില്ല ചാർട്ട് പേപ്പറിന്റെ സൈസ്. അപ്പൊ നമുക്ക് കുറെ പ്രോജക്ട്സിന് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇതില്ല എങ്കിൽ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ വീട്ടില് ചുമ്മാ ആമസോണിന്റെ എന്തെങ്കിലും ബോക്സസോ അങ്ങനെ കിട്ടുന്ന സാധനങ്ങൾ ഉണ്ടെങ്കിൽ അതായാലും മതി. പക്ഷെ അതിന്റെ തിക്നെസ് നിങ്ങൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. ഇതുകൊണ്ട് എന്റെ സോ ഇതിന്റെ രണ്ടിന്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ ഇത് ഭയങ്കര തിക്കാണ്. ഏകദേശം ഇതിന്റെ ഡബിൾ ആയിട്ട് വരും. സോ അത്രയും തിക്നെസ് ഉള്ളത് വെച്ച് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ബട്ട് ഇറ്റ് ടേൺ ഔട്ട് ടു ബി വെരി ബൾക്കി. ആൻഡ് ഇത്രയും കുഞ്ഞു സ്ക്രാബ് ഒക്കെ ഉണ്ടാക്കാൻ മാക്സിമം തിൻ ആയിട്ടുള്ള ബേസ് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പം ഈ ഒരു തിക്നെസ്സിലൊക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. പക്ഷെ
ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെ ഫോൾഡ് ഒന്നും ഇല്ലാത്തടം വെച്ച് വേണം ഉണ്ടാക്കാൻ. കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിട്ടുന്ന പീസ് വെച്ച് വേണം ഉണ്ടാക്കാൻ. അത്രേ ഉള്ളൂ ബേസിന്റെ കാര്യം. സോ ബേസിന് ഈ ഒരു സൈസിലുള്ള സ്ക്രാപ്പ് ബുക്കിന് നമ്മൾ 7 സെന്റിമീറ്റർ ബൈ 7 സെന്റിമീറ്റർ ഹൈറ്റ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാനിത് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. സോ ഇതൊരുമാതിരി 7 സെന്റിമീറ്റർ ഹൈറ്റും വിത്തും വരുന്നുണ്ട്. As you can see, 7 സെന്റിമീറ്റർ. അപ്പം ആ ഒരു രീതിയിൽ നിങ്ങൾ ഏത് സൈസിലാണ് ഉണ്ടാക്കുന്നത്, ഇപ്പം സ്ക്വയർ ആണെങ്കിലും റെക്ടാംഗിൾ ആണെങ്കിലും അങ്ങനത്തെ ഷേപ്സ് വേണം കേട്ടോ. സർക്കുലർ ഷേപ്സ് ഒന്നും ഇത് വെച്ച് നടക്കത്തില്ല, ഞാൻ പറയാൻ എന്തുകൊണ്ടാണ്. സോ ഇങ്ങനത്തെ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗുലർ ഷേപ്സ് വരാൻ നേരത്ത് ഇതേപോലെ ജസ്റ്റ് കട്ട് ചെയ്തെടുത്താൽ മതി. ആൻഡ് അത് വെച്ചിട്ടാണ് നമ്മൾ ബേസ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിന് മൊത്തത്തിൽ 3 പീസാണ് ആക്ച്വലി ബേസ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത്. ഇവിടെ ഫ്രണ്ടും ബാക്കും പിന്നെ മിഡ് ആയിട്ടുള്ള പോർഷൻ. സോ അതിനുവേണ്ടി ഞാൻ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്യും. ഈ മിഡ് കട്ട് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു പാർട്ടാണ് ഹിഞ്ച്. ഞാൻ ഇത്രയും പറയുന്നത് സ്പീഡിലാണെങ്കിൽ ജസ്റ്റ് എന്നോട് പറയണേ കേട്ടോ, ഇന്നൊരു ഫ്ലോയിൽ പറഞ്ഞു പോവാം. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് മേക്കിംഗ് ദി ഹിഞ്ച്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ അറിയത്തില്ല, ഇപ്പൊ ഇതിന്റെ ഒക്കെ ഇടയ്ക്കായിട്ട് ഇത് കണ്ടില്ല, വേറൊരു പീസ് പേപ്പർ വരുന്നുണ്ട്. അത് ഹിഞ്ച് വെച്ചുണ്ടാക്കിയ സാധനമാണ് ആ ഒരു പാർട്ട്. സോ അതുണ്ടാക്കാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒരു പാറ്റേൺ പേപ്പർ എടുക്കാം. ടേക്ക് ദിസ് വൺ. ഇനി ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒരു ടൂള് കാണിക്കാം, അത് എന്തിനാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നോക്കട്ടെ. ഇതാണ് ടൂൾ. ഇത് എന്തിനാണെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? മെഷർമെന്റ്സ് ഉണ്ട്, ഇങ്ങനെ 2-3 സാധനം, കട്ടിങ് എഡ്ജസ്, കട്ടർ ബോർഡ്, പേപ്പർ കട്ടർ. യെസ് ഓക്കെ. ഓക്കെ, സോ ഇതൊക്കെ ഇറ്റ്സ് ബേസിക്കലി ആ പേപ്പർ കട്ടർ. ട്രിമ്മർ എന്നാണ് ഇതിനെ പറയുന്നത്. സോ ഇതിനകത്ത് 2 ബ്ലേഡ് ഉണ്ട്. ഇങ്ങനെ 2 ബ്ലേഡ് ഉണ്ട്. ഇതെന്ന് പറയുന്നത് കുറെ കൂടെ ഷാർപ്പ് ബ്ലേഡ്, ഇതിന്റെ കുറെ കൂടെ ഷാർപ്പ് ബ്ലേഡ് ആണ്. ഇതിന്റെ എന്ന് പറയുന്നത് കുറെ കൂടെ ഷാർപ്പ് അല്ലാത്ത ബ്ലേഡ് ആണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് ഫോൾഡ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാ. മറ്റേത് നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി അത്ര ആവശ്യമുള്ള സാധനമൊന്നുമല്ല. ഇതില്ലെങ്കിൽ നമുക്ക് സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അങ്ങനൊന്നും ഇല്ല. ഇത് എനിക്ക് ആക്ച്വലി ലാസ്റ്റ് ഇയർ ഫൈലിൽ നിന്ന് തന്നെ കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ്. അപ്പം ഇത് ഞാൻ ലൈക് ലാസ്റ്റ് ഡിസംബർ നവംബർ ആ സമയത്ത് എനിക്ക് കിട്ടി. അപ്പൊ അതിന് മുന്നേ വരെ ഞാൻ ഇതില്ലാതായിരുന്നു ചെയ്തോണ്ടിരുന്നത്. പക്ഷെ ഇത് നമ്മുടെ വർക്ക് ഒത്തിരി എളുപ്പമാക്കി തരും. പെട്ടെന്ന് നമുക്ക് കാര്യങ്ങൾ ചെയ്ത് തീർക്കാൻ പറ്റുന്നേ ഉള്ളൂ. അല്ലാതെ ഇത് നമുക്ക് ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല, അങ്ങനൊന്നും ഇല്ല. ഓക്കെ ഓക്കെ, സോ നമ്മുടെ ബേസിന്റെ സൈസ് ഇപ്പം 7 സെന്റിമീറ്റർ വെച്ചാ എടുത്തെന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഈ ഹിഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി ഇതിനേക്കാളും ജസ്റ്റ് അത്യാവശ്യം ഒരു 1 സെന്റിമീറ്റർ കുറവുള്ള സൈസാണ് വേണ്ടത്. ഇതിനേക്കാളും ഇതിന്റെ ഉള്ളിൽ നിൽക്കണം, ഇതിന്റെ ഉള്ളിലായിട്ട് നിൽക്കണം. അത് നമ്മൾ 1 സെന്റിമീറ്റർ കുറച്ചിട്ട് എടുക്കും. ഇപ്പൊ ഒരു 6 സെന്റിമീറ്ററിൽ കട്ട് ചെയ്യും. സോ അതിനിപ്പം കട്ടർ ഇല്ലാത്തവർ ജസ്റ്റ് ഇങ്ങനെ 6 രണ്ട് സൈഡിലും 6 മെഷർ ചെയ്യുക, ഒരു വര വരയ്ക്കുക, ഇത് കട്ട് ചെയ്യുക. ഇതായിരുന്നു ഞാൻ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന പരിപാടി. ഇപ്പൊ ട്രിമ്മർ ഉള്ളത് കൊണ്ട് all I have to do is ഇവിടുത്തെ 6 സെന്റിമീറ്ററിന്റെ അവിടെ ഈ ഒരു സാധനം വെക്കുക, പേപ്പർ വെക്കുക, and then കട്ട് ചെയ്യുന്ന ബ്ലേഡ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ചെയ്താൽ മതി. സോ അത്രയും പണി അത് കുറച്ച് തരുന്നു. ഇതിപ്പോ കുഞ്ഞു പേപ്പർ ആയതുകൊണ്ട് വലിയ പണി അല്ലെങ്കിലും ഇല്ല, എന്നാലും ഒത്തിരി പേപ്പേഴ്സ് ഒക്കെ കട്ട് ചെയ്യാൻ നേരത്ത് ഇത് ഭയങ്കര എളുപ്പമാണ്. ഓക്കെ, സോ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ഹിഞ്ച് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം സ്ക്രാപ്പ് ബുക്കിന്റെ ഹിഞ്ചസ് ആക്ച്വലി പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. റിങ്സ് വെച്ചിട്ട്, അതായത് ഇങ്ങനത്തെ റിങ്സ് കിട്ടും. ഈ റിങ്സ് വെച്ചിട്ട് ജസ്റ്റ് ഹോള് പഞ്ച് ചെയ്ത് നമുക്ക് കയറ്റി വെച്ചിട്ടാണേലും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ചുമ്മാ നമുക്കൊരു റിബൺ വെച്ചിട്ട്, ഇത് ഞാൻ വേറൊരു വർക്ക് ചെയ്തതാ. ഇതിനകത്ത് ഞാൻ ജസ്റ്റ് ഹോള് പഞ്ച് ചെയ്തിട്ടേ ഉള്ളൂ. ആൻഡ് ദെൻ ഒരു റിബൺ വെച്ചിട്ട് കെട്ടി കൊടുത്തു. ഇങ്ങനെയാണേലും എനിക്ക് എന്റെ പേജസ് അറ്റാച്ച് ചെയ്യാം.
പിന്നെ ഞാൻ റീസെന്റ് ഇപ്പൊ ചെയ്തൊരു പരീക്ഷണമാണ് ഇത്. ഇതില് ചുമ്മാ ഒരു പേപ്പർ വെച്ച് തന്നെ ഒരു ഹിഞ്ച് ഉണ്ടാക്കിയപ്പോ, പേപ്പർ റോൾ ചെയ്തിട്ട് ഒരു ഹിഞ്ച് ഉണ്ടാക്കിയപ്പോ ഇത് വെച്ച് എനിക്ക് പേപ്പർ ഇങ്ങനെ പേജസ് മാറ്റാൻ പറ്റും. സോ ഇതെല്ലാം ഓപ്ഷൻ ആണ്. പക്ഷെ ഇങ്ങനത്തെ ബുക്ക് വരാൻ നേരത്ത് എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടമുള്ള ഹിഞ്ച് എന്ന് പറയുന്നത് ഈ ടൈപ്പ് ഹിഞ്ച് തന്നെയാണ്. ഇതിന് പറയുന്നതാണ് ഹിഡൻ ഹിഞ്ച്. ഇതിനകത്ത് നമുക്ക് ആ ഹിഞ്ചസ് അങ്ങനെ കാണാനൊന്നും പറ്റത്തില്ല, ബട്ട് ഇറ്റ്സ് വെരി ഇൻടാക്ട്. ലൈക്ക് എങ്ങനെയാണെങ്കിലും ഊരിയൊന്നും പോത്തില്ല. ഇങ്ങനത്തെ ഒരു ബുക്ക് എന്നുള്ള രീതിയിലുള്ള സാധനം ഉണ്ടാക്കാൻ നേരത്തെ ഏറ്റവും നീറ്റ് ആയിട്ടുള്ളതും ഈ ഹിഡൻ ഹിഞ്ച്. ഇച്ചിരി പാടാണ് മനസ്സിലാക്കിയെടുക്കാൻ, ബട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെ ആയിക്കോളൂ. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് വേറെ ഏത് ടൈപ്പ് ഹിഞ്ചും ജസ്റ്റ് പിക്ചർ കാണുമ്പോഴേ മനസ്സിലാവും എങ്ങനെയാ ഉണ്ടാക്കുന്നതെന്ന്. ഓക്കെ, ഇനി അടുത്ത ടൂൾ കാണിക്കാം. ഇതെന്തെന്ന് പറയാൻ പറ്റുമോ? കട്ടർ ബോർഡ് അല്ല കേട്ടോ. ഒരാൾ നേരത്തെ ഇന്നെ എന്ത് പറഞ്ഞിരുന്നു, ഫോൾഡിങ്. ഫോൾഡ് മേക്കർ. ഓക്കെ, സോ ഇതിന് പറയുന്നതാണ് സ്കോർ ബോർഡ്. SCORE, സ്കോർ ബോർഡ്. ഓക്കെ, ഇത് ഫോൾഡിങ്ങിന് വേണ്ടി തന്നെയാണ്. ഇറ്റ് കംസ് വിത്ത് ദിസ്. ഇങ്ങനെ ഒരു ഫോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൂളാണിത്. ആൻഡ് കാണാൻ പറ്റുന്നില്ല, ഇത് ഇങ്ങനെ കുറെ ഹോൾസ്. അപ്പൊ അതനുസരിച്ച് നമുക്ക് ഇവിടെ മെഷർമെന്റ്സ് ഉണ്ട്. അതനുസരിച്ച് നമുക്ക് ജസ്റ്റ് ഇങ്ങനെ എന്താ ഫോൾഡ് ആക്കി കിട്ടിക്കോളൂ. ഇതും മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒട്ടും മാൻഡേറ്ററി ആയിട്ടുള്ളൊരു ടൂൾ അല്ല. ഉണ്ടെങ്കിൽ സംഭവം എളുപ്പമായിട്ട് തീർക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാതെയും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്കിനി ഹിഡൻ ഹിഞ്ച് ഉണ്ടാക്കാം. ഞാൻ തിരിച്ചു വെക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ്, ജസ്റ്റ് ഒരു റാൻഡം മെഷർമെന്റ് വെച്ചിട്ടൊന്ന് മാറ്റി ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇട്ടു. ആൻഡ് ദെൻ ഇവിടുന്ന് ആദ്യമേ ഒരു 1/2 സെന്റിമീറ്റർ, പിന്നെ ഇവിടുന്ന് ഒരു 1 സെന്റിമീറ്റർ, 1 സെന്റിമീറ്റർ. സോ ദിസ് is half, this is 1, this is 1. കാണാമോ? പേജിന്റെ മെഷർമെന്റ് വരുന്നത്. ഓക്കെ, ഗ്യാപ്സ് ഉണ്ടല്ലോ, പേജിന്റെ ഇടയ്ക്ക് വരുന്ന ഈ ഒരു ഗ്യാപ്പ് ആണ് ഈ ഹാഫ് എന്ന് പറയുന്നത്. 1 എന്ന് പറയുന്നത് നമുക്ക് പേജസിനുള്ള ഫോൾഡ്. ഞാൻ ഉണ്ടാക്കി വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. സോ 1/2 സെന്റിമീറ്റർ ഇടുന്നതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മളിങ്ങനെ കുറെ സാധനങ്ങൾ പൊട്ടിക്കുമ്പോഴത്തേന് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഞാൻ അടുപ്പിച്ച് വെച്ചാലും ഈ ഒരു ഗ്യാപ്പിന്റെ ആവശ്യം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഒരു ഗ്യാപ്പ് ഇതിന്റെ ഇടയിൽ ഓരോ പേജസിന്റെ ഇടയിലായിട്ട് വെക്കുന്നത്. അതില്ല എങ്കിൽ നമ്മുടെ ബുക്ക് ശരിക്കും അടയത്തില്ല, ഭയങ്കര ടൈറ്റ് ആയി പോകും, ഒരു പ്രൊപ്പോർഷൻ ഇല്ലാതായിപ്പോ. ഈ ഒരു മെഷർമെന്റിലാണ് നമ്മൾ ഒരു പേജ് എടുക്കുന്നത്. ഞാൻ ഇന്നിപ്പം ഉണ്ടാക്കുന്ന സ്ക്രാപ്പ് ബുക്കിൽ 3 പേജുള്ള സ്ക്രാപ്പ് ബുക്ക് വെച്ചാൽ ചെയ്യുന്നത്. അതുകൊണ്ട് 3 തവണ ഈ സെയിം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുന്നു. ഹാഫ് 1 1, പിന്നെ ഹാഫ് 1 1, ഹാഫ് 1. ലാസ്റ്റിലും ജസ്റ്റ് ഒരു ഗ്യാപ്പിനായിട്ട് ഒരു ഹാഫ് ഇട്ടു. ഓക്കെ, സോ ഇതേപോലെ തന്നെ ഈ സൈഡിലും ഫില്ല് ചെയ്യുക. ആൻഡ് ദെൻ നിങ്ങൾക്ക് സ്കോർ ബോർഡ് ഇല്ലെങ്കിൽ വാട്ട് യു ക്യാൻ ഡു ഇസ്, ഈ തീർന്നു പോയ പേനയില്ലേ, ആ പേനയുടെ ബോർഡ് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പൊ അതിനൊരു ഫോൾഡ് കിട്ടിക്കോളൂ. ഞാനിപ്പോ ജസ്റ്റ് സ്കോർ ബോർഡ് വെച്ച് വേഗം ചെയ്തു കാണിക്കാം. ഒരു റാൻഡം മെഷർമെന്റ് എടുത്തു. then half 1 half ലാസ്റ്റിൽ ഒരു ഹാഫ് ഇട്ടു. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുത്ത് ചെയ്യേണ്ട ഒരു പോർഷൻ ആണ് ഈ സ്ക്രാപ്പ് ബുക്കിന്റെ ബൈൻഡ് എന്ന് പറഞ്ഞാല്. കാരണം നമ്മളിപ്പോ പേജസിൽ കുറച്ച് ഒരു ഞാൻ ജസ്റ്റ് എക്സ്ട്രാ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പോ പേജസിൽ എന്തെങ്കിലും ഒരു മെഷർമെന്റിൽ വ്യത്യാസം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് പറ്റിയെങ്കിൽ നിങ്ങൾക്ക് അത് പിന്നീട് റെക്ടിഫൈ ചെയ്യാൻ പറ്റും. ബേസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത് റെക്ടിഫൈ ചെയ്യണമെങ്കിൽ ആദ്യം തൊട്ട് തന്നെ ഒന്നും കൂടെ പണിയേണ്ടി വരും. സോ ഇത് ചെയ്ത് പോകുമ്പോൾ തന്നെ കറക്റ്റ് മെഷർമെന്റിലും കാര്യങ്ങളും അതേപോലെ കറക്റ്റ് ആയിട്ട് തന്നെ നോക്കി പോകാൻ നോക്കുക. ഓക്കെ,
കാരണം ഇതിൽ നിങ്ങൾ മിസ്റ്റേക്ക് ഉണ്ടാക്കിയാൽ അതാണ് നമുക്ക് ഒരു ഇത് കിട്ടും. ഇപ്പൊ സപ്പോസ് നമ്മൾ ഇതിന്റെ ഫ്രണ്ടും ബാക്കും രണ്ട് ഒരു ഇച്ചിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കേട്ടോ. ലൈക്ക് ഒരു നല്ലൊരു വ്യത്യാസം, ഒരു 1 സെന്റിമീറ്ററിന്റെ ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് പക്ക ഈ സ്ക്രാപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ ഐഡിയ കിട്ടും. ലൈക്ക് ഓക്കെ അതിലെന്തോ ബേസിൽ എന്തോ പ്രശ്നം ഉണ്ടെന്ന് നമുക്ക് അത് കാണുമ്പോഴേ മനസ്സിലാവും. സോ ഇതിൽ അത്യാവശ്യം ശ്രദ്ധ കൊടുത്ത് തന്നെ ചെയ്യുക. ഓക്കെ, ഞാനിപ്പോ ഫോൾഡ് ഉണ്ടാക്കിയതും ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് മടക്കി ഇത് മടക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ 1 സെന്റിമീറ്ററും 1 സെന്റിമീറ്ററും ഞാൻ മെഷർ ചെയ്തിടാം. ഇങ്ങനെ ഫ്രണ്ടിലോട്ടും ഹാഫ് എന്നുള്ളത് ഇങ്ങനെ ജസ്റ്റ് പരത്തിയും വെക്കുക. ഒന്നുകൂടെ ഫോൾഡ് ചെയ്തു ഹാഫ് പരത്തി 1 സെന്റിമീറ്റർ. അപ്പൊ എന്റെ 3 പേജിന്റെ ഹിഞ്ച് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, എനിക്കിതെല്ലാം ഒട്ടിച്ചു വെക്കാം. അതിന് മുന്നേ ഓക്കെ അടുത്ത ടൂൾ കാണിക്കാം. ഇതെന്താന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? അറിയോ? ടാക്കി ടേപ്പ്. യെസ്, മിടുക്കി അമല മറിയ കാവുങ്കൽ. ഓക്കെ, ടേപ്പ് കറക്റ്റ് ആണ്. ദിസ് ഈസ് കോൾഡ് ടാക്കി ടേപ്പ്. സോ ടാക്കി ടേപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി സ്ട്രോങ് അഡ്ഹെസീവ്. ലൈക്ക് ഒറ്റ ഇതിന് തന്നെ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ ഒട്ടിയിരുന്നോളൂ. അത് പിന്നെ ഇളകത്തില്ല. നമുക്ക് പിന്നെ അതിന്റെ ഒരു വീണ്ടും അത് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. നല്ല വൃത്തിക്കാണ് ഇത് ഒട്ടിയിരുന്നോളും. ഇറ്റ് ഈസ് എ ലിറ്റിൽ ബിറ്റ് മോർ എക്സ്പെൻസീവ് ദാൻ ദി നോർമൽ ടേപ്സ്. പക്ഷെ അതിൻ്റെതായ യൂസ് ഇതിനുണ്ട്. ഇത് നിങ്ങൾക്ക് ആമസോണിലൊക്കെ ഫ്രീ കിട്ടാവുന്നതേ ഉള്ളൂ. അതുപോലെ ഞാൻ മുമ്പേ കാണിച്ച ഈ സ്കോർ ബോർഡും ട്രിമ്മറും എല്ലാം ആമസോണിൽ കിട്ടുന്നതാണ്. സോ യാ, ഇതാണ് ടാക്കി ടേപ്പ്. ഞാൻ ജസ്റ്റ് യൂസ് ചെയ്ത് കാണിക്കാം. ഇതിപ്പം നമ്മളിപ്പോ ഈ മടക്കിയിരുന്ന ഭാഗങ്ങൾ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടി ഈ ടേപ്പ് വെച്ചിട്ട് നമുക്ക് ഒട്ടിക്കാം. നമ്മുടെ ഈ ഡബിൾ സൈഡ് ടേപ്പ് ഇല്ലേ, അതിന്റെ മണ്ടയ്ക്കൂടെ ജസ്റ്റ് പീൽ ചെയ്ത് കളയുന്ന ഒരു പരിപാടിയാണ്. അത് തന്നെ ഇവിടെ. സോ ഒറ്റ ഞെക്കിയ സാധനം ഒട്ടി. സിമ്പിൾ ആസ് ദാറ്റ്. ഇപ്പൊ നമുക്ക് ഗ്ലൂ ആണെങ്കിലും ഉപയോഗിക്കാം. ഫെവിക്കോൾ വെച്ചിട്ടാണെങ്കിലും ഈ പരിപാടി ചെയ്യാം. പക്ഷെ ഫെവിക്കോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറെ നേരം നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതൊന്ന് ഒട്ടി വരണേ തന്നെ ഒരു മിനിറ്റ് എങ്കിലും എടുക്കും. സോ അതൊന്ന് ഇത് ഞാൻ മുമ്പേ പറഞ്ഞ പോലെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു പാർട്ടാണ് ഈ ബേസ് എന്ന് പറയുന്നത്. അപ്പം അത് നമ്മളിങ്ങനെ മടി പിടിച്ച് പകുതി വരെ ഒട്ടി പകുതി ഒട്ടാതെ പോയെങ്കിൽ പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേന് അതെല്ലാം ഇളകി വന്നാൽ ഇറ്റ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ബേസ് ഉണ്ടാക്കാൻ നേരത്ത് കംപ്ലീറ്റ് ഈ ടാക്കി ടേപ്പ് വെച്ചിട്ടാണ് എല്ലാ പരിപാടിയും ചെയ്യുന്നത്. അപ്പം എന്റെ കാര്യം പെട്ടെന്ന് തീരും. ആൻഡ് അത് പിന്നെ ഇളകുമോ എന്നുള്ളൊരു ടെൻഷനും ഇല്ല. നമ്മുടെ ഇത് ഒട്ടിച്ചു കഴിഞ്ഞു. ഓക്കെ, സോ ഇത്രയുമാണ് നമ്മളുടെ എന്താ പറയുന്നത് ബേസിന് വേണ്ടി വരുന്ന വെട്ട്. നമുക്ക് ഇതിന്റെ നടുക്കത്തെ പീസ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ഇതിന്റെ വിട്ട് എത്ര അറിയണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഹിഞ്ചിലേക്ക് ബേസ് ഫുൾ കട്ട് ചെയ്യുന്നതിന് മുന്നേ എടുത്തത്. ഓക്കെ, സോ ജസ്റ്റ് എന്റെ 3 പേജുള്ള ബേസിന് ഒരു 3 സെന്റിമീറ്ററോളം വിട്ടാണ് വേണ്ടി വരുന്നത്. ഇച്ചിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയാലും കുഴപ്പമില്ല, കുറഞ്ഞു പോയല്ലോ എന്നുള്ളൊരു പ്രശ്നമുള്ളൂ. ഇതിപ്പോ കറക്റ്റ് 3 സെന്റിമീറ്റർ വരുന്നത്. അപ്പൊ ഞാൻ 3 സെന്റിമീറ്ററിൽ ആൻഡ് ഇതിന്റെ ഹൈറ്റിലും വരുന്ന രീതിയിൽ ഒരു പേപ്പർ കട്ട് ചെയ്ത് എനിക്ക് തോന്നുന്നു നേരത്തെ കട്ട് ചെയ്ത് വെച്ച് കൂടുതലാണോ സംശയമുണ്ട്. ഇച്ചിരി കൂടുതലാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ലൈക് സ്ക്രാപ്പ് ബുക്സ് ഉണ്ടാക്കാൻ നേരത്തെ അതിന്റെ പേജും ആ പേജിന്റെ സൈസും തമ്മിലൊരു റേഷ്യോ കീപ്പ് ചെയ്യാൻ നോക്കാം. ഇത്രയും കുഞ്ഞൊരു സ്ക്രാപ്പ് ബുക്കിന് മാക്സിമം 4 പേജ്. ഇപ്പൊ ഞാൻ ഈ ഉണ്ടാക്കിയതിനകത്ത് 4 പേജാണ് ഉള്ളത്. അതിൽ കൂടുതൽ പോവല്ലോ. കാരണം
കാരണം എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇതിന്റെ ഈ സൈഡിലുള്ള വിത്ത് എന്ന് പറയുന്നത് 3.5, അതായത് ഇതിന്റെ പകുതി വരുന്നുണ്ട്. അതിൽ കൂടുതൽ വന്ന ഇൽ ബി ലൈക്ക് വെരി ബൾക്കി, ഇതിന്റെ പേജ് തിരിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഭയങ്കര പൊക്കമുള്ള ഒരു ബുക്ക് ടൈപ്പാണ്. സോ അതുകൊണ്ട് നമ്മളിപ്പം ഇത് ഉണ്ടാക്കുന്നതിന്റെ ഫ്രണ്ട് പേജിന്റെ ഒക്കെ സൈസിനേക്കാളും ഒരു പകുതി മാക്സിമം, അതിൽ കൂടുതൽ പോയാൽ കേട്ടോ. ഓക്കെ, സോ നമ്മളുടെ ബേസിന്റെ 3 പീസസ് ഇപ്പൊ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇത് ജസ്റ്റ് റാപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. ഇതിൽ ഏത് പേപ്പറാണ് യൂസ് ചെയ്യുന്നത്? മജോറിറ്റി പിങ്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ പിങ്ക് ഇതിന്റെ ബേസ് ആയിട്ട് യൂസ് ചെയ്യും. ഇപ്പം നമ്മൾ ചെയ്യുന്ന സ്റ്റെപ്പ് എന്താന്ന്, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ നമ്മൾ ഫുള്ളി റാപ്പ് ചെയ്തെടുക്കുക ചെയ്യുന്നത്. പക്ഷെ ഇപ്പൊ ഈ ഒരു പേജിന്റെ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് റാപ്പ് ചെയ്യാനും മാത്രം വിത്ത് ഇതിനില്ല, ഇതില് ചെറിയൊരു വിത്തേ ഉള്ളൂ. സോ അതിന് പകരം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചാർട്ട് യൂസ് ചെയ്തിട്ട് ചുമ്മാ റാപ്പ് ചെയ്തിട്ട് അതിന്റെ മണ്ടയിൽ നമുക്ക് ഈ പാറ്റേൺ ഷീറ്റ്സ് ഒട്ടിക്കാം. ഇല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇങ്ങനത്തെ പേപ്പർ. ഓക്കെ, ദിസ് ഇസ് ലൈക്ക് മിറർ കാർഡ് സ്റ്റോക്ക് എന്നാണ് പറയുന്നത്. ഇതിന്റെ ഗോൾഡ് ഷെയ്ഡിൽ വരും, സിൽവർ ഷെയ്ഡിൽ വരും. ഇതൊരു റോസ് ഗോൾഡ് ഷെയ്ഡിലുള്ളതാ. സോ ഇത് അത്യാവശ്യം ഇങ്ങനെ ബേസ് ഒക്കെ ഉണ്ടാക്കാൻ റാപ്പ് ചെയ്യാനൊക്കെ നല്ല സാധനമാണ്. ഇതും ഞാൻ ഇൻസ്റ്റഗ്രാം സ്റ്റോറേജിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ക്രാഫ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഇൻസ്റ്റഗ്രാം ഷോപ്പ് ഉണ്ട്. അവരുടെ ഓൾമോസ്റ്റ് ഇങ്ങനത്തെ ടൂൾസ് സാധനങ്ങളെല്ലാം കിട്ടും. ഈ ടാക്കി ടേപ്പും അതുപോലെ സ്കോർ ബോർഡും ഒക്കെ അവരുടെ സ്റ്റോറിൽ നിന്ന് കിട്ടാറുണ്ട്. പാറ്റേൺ ഷീറ്റ്സും അവരുടെ സ്റ്റോറിൽ നിന്ന് കിട്ടും. പക്ഷെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് പാറ്റേൺ ഷീറ്റ്സ് നിങ്ങൾ വാങ്ങിക്കാൻ നേരത്ത് ഈ പറയുന്ന ഏതെങ്കിലും ബ്രാൻഡിന്റെ നോക്കിയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ പേജസ് നോക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ഒന്നും കൂടെ നല്ലത്. ഓക്കെ, നമുക്കപ്പോൾ റാപ്പ് ചെയ്യാനും മാത്രമുള്ള ജസ്റ്റ് എത്രയും പേപ്പർ വേണം എന്നുള്ളത് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു ഷീറ്റിന് അത്യാവശ്യം ഇത്രയും സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഇത്രയും സൈസിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ബേസിനെ നമുക്ക് ഇതിലേക്ക് ഒട്ടിക്കാം. അതിന് ഞാൻ ടാക്കി ടേപ്പ് ഉപയോഗിക്കുക. ടാക്കി ടേപ്പ് ഞാൻ അത്യാവശ്യം പിശുക്കിട്ടാണ് ഉപയോഗിക്കുന്നത്, കാരണം ഇതിന്റെ വില ഇച്ചിരി കൂടുതലാണ്. ആൻഡ് നമ്മുടെ ഇവിടെ ഈ സാധനം കിട്ടാനും ഇച്ചിരി പാടാ. എന്റെ വീട് പത്തനംതിട്ടയാണ്. ഇവിടെ അങ്ങനെ ഇങ്ങനത്തെ ഒരു ക്രാഫ്റ്റിങ്ങിന് പറ്റിയ ഒരു സ്റ്റേഷനറി ഷോപ്സോ അങ്ങനെ കിട്ടാൻ ഭയങ്കര പാടാ. നമുക്ക് ബേസിക് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൂടുതലും കിട്ടുന്നത് ലൈക്ക് ഡബിൾ സൈഡഡ് ഈ സാധാ ഫോം ടേപ്പ്, അല്ലെങ്കിൽ എന്താ പറയാ ഇതുപോലത്തെ ബോർഡ്സ് കിട്ടും, ചാർട്ട് പേപ്പേഴ്സ് കിട്ടും. അതല്ലാതെ നമുക്ക് എന്താ പറഞ്ഞ ഇങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കിട്ടാനായിട്ട് യു ഹാവ് ടു പ്രിഫർ ഓൺലൈൻ. അല്ലെങ്കിൽ പിന്നെ കാലിക്കറ്റ് ആ സൈഡിലുള്ളവരൊക്കെ ആണെങ്കിൽ അവിടെ കുറെ ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട്. ബട്ട് ഇങ്ങോട്ടൊക്കെ വളരെ കുറവാണ്, എൻ്റെ അറിവിൽ അധികമൊന്നും ഇല്ല. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ അത്യാവശ്യം നല്ല പിശിക്കാണ് ഈ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്.
ഇതിപ്പോ നമുക്ക് അത്യാവശ്യം ഒന്ന് ഇരിക്കാൻ മാത്രം ടേപ്പ് അല്ലേ, ഇപ്പൊ ചെറിയ രീതിയിൽ ഒട്ടിച്ചാലും മനസ്സിലില്ല. ഓക്കെ, നമ്മൾ അത്യാവശ്യം ഒരു ഗ്യാപ്പ് ഇട്ട് ഒട്ടിച്ചു. ഓക്കെ, ഇനി ഞാൻ ഇതിൽ ഒട്ടിച്ചതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഇപ്പൊ ചെറിയൊരു ഗ്യാപ്പ് ഞാൻ വിട്ടിട്ടുണ്ട്. അതെന്ന് വെച്ചാല് എനിക്കിത് ഫോൾഡ് ചെയ്യാൻ നേരത്ത് ഇങ്ങനെ മടങ്ങണ്ടിയോണ്ടാണ് ഞാൻ ആ ഗ്യാപ്പ് വിട്ടിരുന്നത്. ഇല്ല എങ്കിൽ ഇത് അടുപ്പിച്ച് വെക്കുകയാണെങ്കിൽ അങ്ങനെ മടങ്ങത്തില്ല, അത് ഒറ്റ ഒരു സ്ട്രെയിറ്റ് ആയിട്ടേ ഇരിക്കത്തുള്ളൂ. സോ ഇങ്ങനെ ഒട്ടിക്കാൻ നേരത്ത് ജസ്റ്റ് ചെറിയൊരു ഗ്യാപ്പ്, ഒരു അര സെന്റിമീറ്റർ പോലും ഇല്ല, ചെറിയൊരു ഗ്യാപ്പ് വിടുക മെയിനായിട്ട്. നിങ്ങളുടെ എന്താ പറയുന്നത്, ബേസ് ബോർഡ് അനുസരിച്ചിരിക്കും, ഇതിന്റെ തിക്നെസ് അനുസരിച്ചിരിക്കും. ഇതിന്റെ 2 സെറ്റ് നിൽക്കുന്ന പോലെയുള്ള തിക്നെസ്സിൽ വേണം വിടാൻ. നല്ല തിക്കായിട്ടുള്ള ബോർഡാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതനുസരിച്ച് ഇച്ചിരി കൂടെ ഗ്യാപ്പ് വിടേണ്ടി വരും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞാൽ ഇത് റാപ്പ് ചെയ്തെടുക്കുക. നമുക്ക് ജസ്റ്റ് ഇതിന്റെ എല്ലാ സൈഡിൽ നിന്നും ഫോൾഡ് ചെയ്ത് വിടാം. നമ്മൾ ഇതിന്റെ 4 സൈഡിലും ജസ്റ്റ് ഫോൾഡ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ കോർണർ ജസ്റ്റ് കട്ട് ചെയ്ത് കളയാം. അതായത് ഇങ്ങനെ നമ്മൾ ഇത് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇവിടെ നീറ്റ് അല്ലല്ലോ, ഒരു വല്ലാതല്ലേ ഇരിക്കുന്നത്. സോ അത് മാറ്റാൻ വേണ്ടി നമ്മൾ ജസ്റ്റ് ഈ ഒരു കോർണർ കട്ട് ചെയ്ത് കളയാം എല്ലാ 4 സൈഡിലും. അത് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടോട്ട് ഒത്തിരി ചേർത്ത് വെച്ച് കട്ട് ചെയ്യാൻ, ഇച്ചിരി ഒരു അകലം പാലിച്ച് വേണം കട്ട് ചെയ്യാൻ. അത് ചേർത്ത് വെക്കലെന്ന് പറഞ്ഞാൽ നമ്മൾ ഒത്തിരി ചേർത്ത് കട്ട് ചെയ്യുവാണെങ്കിൽ അവിടെ ചെറിയ രീതിയിൽ ഒരു ഹോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതിൽ ചെയ്തപ്പോ അബദ്ധം ചെറിയ രീതിയിൽ വന്നായിരുന്നു, കാണാൻ പറ്റും. ഇത് കണ്ട് ചെറിയ, ഇതിപ്പം ഭയങ്കര ചെറുതായിട്ടുള്ള ഹോളാ വന്നേ. ബട്ട് നിങ്ങൾ ഒത്തിരി അടുപ്പിച്ച് വെച്ച് നല്ല രീതിയിൽ കാണുന്ന വലിയ ഹോളായി മാറ്റും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ജസ്റ്റ് ഇച്ചിരി ഗ്യാപ്പ് ഇട്ടിട്ട് കട്ട് ചെയ്താണ്. ആൻഡ് അനദർ ടിപ്പ്, നിങ്ങൾ വർക്ക് ചെയ്യുന്നതിന്റെ അടുത്തൊരു ഡസ്റ്റ്ബിൻ വെക്കുക. വെച്ചാൽ അധികം തൂക്കേണ്ടി വരത്തില്ല, ഇല്ലെങ്കിൽ നല്ല മെനക്കേടായിരിക്കും. വീണ്ടും ഞാൻ ടാക്കി ടേപ്പ് തന്നെ യൂസ് ചെയ്യുന്നു. ആൻഡ് ഇവിടെ അധികം പിശുക്കുണ്ടാകും, നല്ലതായിട്ട് തന്നെ ചെയ്യും.
നമ്മൾ നമ്മുടെ ബേസ് നല്ല വൃത്തിക്ക് റാപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കേസിൽ നിങ്ങൾക്ക് ഗ്ലൂ ഒക്കെ തന്നെ ഫെവിക്കോൾ തന്നെ യൂസ് ചെയ്യാം. ബട്ട് ഫെവിക്കോൾ യൂസ് ചെയ്താലുള്ള പ്രശ്നം ഈ പറഞ്ഞാൽ നമ്മൾ കുറെ നേരം ഇത് പിടിച്ചു വെച്ചോണ്ടിരിക്കും. സ്പെഷ്യലി ഈ ഒരു ബേസ് ബോർഡുമായിട്ട് ഗ്ലൂ ഒട്ടി വരണമെങ്കിൽ ഒത്തിരി സമയം എടുക്കും. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇവിടെ ഫോൾഡ് വീഴിക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഈ ഒരു ടൂൾ യൂസ് ചെയ്യാം. നിങ്ങൾക്ക് അതല്ലാതെ ഇതേപോലെ വരുന്ന എന്ത് സാധനം ഉണ്ടെങ്കിലും യൂസ് ചെയ്യാം. അതായത് ഇപ്പം ഒരു പേനയുടെ ഒക്കെ ക്യാപ്പിന്റെ ഭാഗമാണേലോ അങ്ങനെ എന്തെങ്കിലും ഒത്തിരി ഷാർപ്പ് ആയിരിക്കല്, ഞാൻ ഇച്ചിരി പോയിന്റ് ആയിട്ടുള്ള ഒരു എന്തെങ്കിലും ഒരു സാധനം വെച്ച് ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തിട്ടാം നമ്മുടെ ബേസ് നല്ലതായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ട്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് നമ്മളുടെ ഹിഞ്ച് ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ടാക്കി ടേപ്പ് ഉപയോഗിക്കാണ്. ഞാൻ ബേസ് ഉണ്ടാക്കുന്ന പോർഷൻസ് മാത്രമേ ഉള്ളൂ ഈ ടാക്കി ടേപ്പ് യൂസ് ചെയ്യുന്നത്. ബാക്കി എല്ലാത്തിനും ഫെവിക്കോൾ അല്ലെങ്കിൽ ഡബിൾ സൈഡഡ് ഈ തിക്ക് ആയിട്ടുള്ള ടേപ്പ് അല്ലെങ്കിൽ ഈ ടാക്കി ടേപ്പിന്റെ ഒരു ജൂനിയർ ആകുന്നുണ്ട്, അതിനെ ഞാൻ പിന്നെ കാണിക്കാം, അതും യൂസ് ചെയ്യാം. ഈ ടാക്കി ടേപ്പ് പെട്ടെന്ന് പറഞ്ഞ ആള് ക്രാഫ്റ്റർ ആണോ? ഒരാൾ പറഞ്ഞില്ലേ ആൻസർ? അമല മറിയ. യെസ്, ഓക്കെ. ഓക്കെ, സോ ഇത് ഞാൻ അത്യാവശ്യം ഒരു സെൻട്രലായിട്ട് ഇത് ഒട്ടിച്ചിട്ട് ഇതേപോലെ ജസ്റ്റ് ആ നമ്മുടെ ഫോൾഡ് വരുന്നവിടെ ഒന്ന് മാർക്ക് ചെയ്ത് വരിക. നമ്മുടെ സ്ക്രാപ്പ് ബുക്ക് ബേസ് ഓൾമോസ്റ്റ് ഡൺ ആയി. ഓക്കെ, ഈ പേപ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നല്ല ഒരു ഷൈൻ ഒക്കെ വരാൻ വേണ്ടി നല്ല സാധനമാണ്. ബട്ട് ഇതേപോലെ ഫുൾ കംപ്ലീറ്റ്ലി ഉപയോഗിക്കുന്നതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല. ലൈക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇറ്റ്സ് ഓൾ അപ് ടു യുവർ ക്രിയേറ്റിവിറ്റി. ബട്ട് ഞാൻ അങ്ങനെ അധികം ഒത്തിരി ഫ്ലാഷി ആയിട്ട് ഇരിക്കുന്നതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല. ചെറിയൊരു ഷൈൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന എന്റെ കൈൻഡ് ഓഫ് സ്റ്റൈൽ. അപ്പം അതിനായിട്ട് ഞാൻ ജസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ മേളില് ഓൾമോസ്റ്റ് ഇത്രയും ഭാഗം പോലെ കവർ ചെയ്യുന്ന രീതിയിൽ കുറെ പീസസ് ഈ പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നു. ആൻഡ് ദെൻ ഇവിടെയും 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 പൊട്ടിച്ചു കൊടുക്കുന്നു. ഇനി ഞാൻ വീണ്ടും എന്റെ ട്രിമ്മർ എടുക്കുക ആൻഡ് ജസ്റ്റ് മെഷർ ചെയ്ത് ഒരു 7, ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ടിരുന്നാൽ മതി. ഇപ്പം ഒരു 7 അല്ലെങ്കിൽ 6.9 ഒക്കെ ഇട്ടാൽ നല്ലത്. ഫ്രണ്ടിലത്തേക്കും ബാക്കിലത്തേക്കും ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തു. ആൻഡ് ദെൻ ഇവിടത്തേക്കും ഞാൻ വീണ്ടും മെഷർ ചെയ്ത് നോക്കി എത്ര വേണ്ടിയാണ്. എടുക്കാം. അപ്പൊ നമ്മൾ ഇതിന്റെ ഉള്ളിലുള്ള ബേസിന് നമ്മൾ ഓൾറെഡി എന്താ പറയുന്നത് മെഷർമെന്റ്സ് ഒക്കെ എടുത്തതാ. അപ്പൊ 7 ആ 3 ആണെന്ന് അറിയാലോ, പിന്നെ എന്തിനാ നോക്കുന്നത്? അങ്ങനെ വിചാരിച്ചാൽ ലൈക്ക് നമ്മളിത് റാപ്പ് ചെയ്തൊക്കെ വരാനൊരു അത്യാവശ്യം ഇതിന്റെ ഒരു കുറച്ചും കൂടെ ബൾക്കി ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. വലിപ്പം കൂടാൻ സാധ്യതയുണ്ട്. അപ്പം
ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ ഇങ്ങനെ പലതവണ ആയിരിക്കുമല്ലോ എന്ന് വിചാരിച്ച് കട്ട് ചെയ്തിട്ട് അവസാനം സാധനം വേസ്റ്റ് ആയി പോയിട്ടുണ്ട്. അപ്പൊ ആ ഒരു എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് ചെയ്ത് വെച്ച് നോക്കിയാൽ. ജസ്റ്റ് എന്റെ ട്രിമ്മറിന്റെ ബ്ലേഡ് അത്യാവശ്യം ഞാൻ കുറെ ഉപയോഗിച്ച് എന്റെ ബ്ലേഡിന്റെ കട്ടി പോയിട്ടാണ് തോന്നുന്നത്. എന്റെ പേപ്പറിന്റെ എഡ്ജൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനായി. അതുകൊണ്ട് കട്ട് ചെയ്തിടുക. ഞാൻ ടാക്കി ടേപ്പിന്റെ ജൂനിയർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ ആള്. ഇതിന്റെ പേരാണ് ടിഷ്യൂ ടേപ്പ്. ഇത് നമ്മളുടെ ലോക്കൽ സ്റ്റോഴ്സിലൊക്കെ അത്യാവശ്യം കിട്ടുന്ന സാധനമാണ്. ഇതും ടാക്കി ടേപ്പിന്റെ കൂട്ട് തന്നെയാണ്, തിന്നാണ്, ഡബിൾ സൈഡ് ടേപ്പ് പോലെയാണ്, പക്ഷെ അത്രയും സ്ട്രോങ് അല്ല. സോ ബേസിനൊന്നും ഉപയോഗിക്കാൻ ഇത് നല്ലതല്ല. ബട്ട് അത്യാവശ്യം ഇങ്ങനെ ബേസിന്റെ മുകളിലുള്ള സാധനങ്ങളൊക്കെ ഒട്ടിക്കാൻ നല്ല. ഇവിടെയും നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്യാം. ഞാൻ ഫെവിക്കോൾ ഇപ്പൊ ഉപയോഗിക്കാത്തതിന് മെയിൻ റീസൺ ഇസ് ബിക്കോസ് ഫെവിക്കോൾ ഉപയോഗിച്ച ഒരു എന്താ പറയാ, ആ ഒഴിക്കുന്ന അത്രയും പോർഷൻ ഇച്ചിരി തിക്കായിട്ടിരിക്കാൻ ചാൻസ് ഇല്ല. ലൈക്ക് ഒരു എയർ ബബിൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അത് നമ്മൾ ചിലപ്പം നമ്മുടെ സ്ക്രാപ്പ് ബുക്കിന്റെ ബേസ് കാണുമ്പോൾ അത്ര സ്മൂത്ത് ആയിട്ട് തോന്നിക്കില്ല. ഇതൊക്കെ ഇങ്ങനത്തെ ചെറിയ ചെറിയ ചേഞ്ചസ് വരുത്തുമ്പോൾ തന്നെ നമ്മുടെ സ്ക്രാപ്പ് ബുക്ക് ഇച്ചിരി കൂടി നീറ്റ് ആയിട്ടുണ്ടാവാൻ പറ്റും. സോ യാ, ഇതിന് അധികം വിലയൊന്നുമില്ല കേട്ടോ. അത് 30 രൂപയോ അത്ര എന്തോ ഉള്ളൂ, ഇത്രേ ഉള്ളൂ ടേപ്പിന്. പിന്നെ ഇങ്ങനത്തെ ടേപ്പിന്റെ ഒരു ദോഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങാനും വേണ്ട ശരിയല്ലാത്ത സ്ഥലത്ത് ഒട്ടിച്ചാൽ പിന്നെ അത് ഇളക്കാൻ ഭയങ്കര പാടാണ്. ഇളക്കിയാലും അതിന്റെ അടിയിലുള്ള പേപ്പറിനെ നല്ലവണ്ണം ഡാമേജ് ആക്കും. സോ ആദ്യത്തെ ഒട്ടില് തന്നെ നല്ല കറക്റ്റായിട്ട് ഒട്ടിക്കാൻ ശ്രമിക്കുക. നമ്മുടെ ബേസിന്റെ എല്ലാ സൈഡിലും നമ്മളിപ്പോ പേപ്പർ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട്. സോ യാ, ഇതിപ്പോ കണ്ടില്ല, ഒരു ചെറിയൊരു ഷൈൻ പോലെ സൈഡിലുണ്ട്, എന്നാ പേപ്പേഴ്സും ഉണ്ട്. സോ ഈ ഒരു രീതിയിലാണ് എനിക്ക് ഇങ്ങനത്തെ പേപ്പേഴ്സ് യൂസ് ചെയ്യാൻ ഒന്നും കൂടി താല്പര്യമുള്ളത്. ഓക്കെ, സോ ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ലൈക്ക് ഇങ്ങനത്തെ സ്ക്വയർ അല്ലെങ്കിൽ റെക്ടാംഗിൾ ഷേപ്സിനാണ് ഇങ്ങനത്തെ ബേസ് ബോർഡ് ഒക്കെ ഉപയോഗിച്ചുള്ള ബേസ് ഉണ്ടാക്കുന്നത് നല്ലതെന്ന്. ദ റീസൺ ഇസ് ബിക്കോസ് ഇതുപോലെ റാപ്പ് ചെയ്യാനൊക്കെ ഒന്നുകൂടെ എളുപ്പം ഇങ്ങനത്തെ ഷേപ്സ് ആണ്. നമ്മളൊരു സർക്കിൾ ഷേപ്പിലുള്ള സ്ക്രാപ്പ് ബുക്ക് ഉണ്ടാക്കുവാണെങ്കിൽ ഇങ്ങനെ നമുക്ക് റാപ്പ് ചെയ്തെടുക്കാൻ ഭയങ്കര ഇച്ചിരി പാടായിരിക്കും. അത്ര എഡ്ജസ് ഒന്നും അത്ര നീറ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കേസിൽ ഇറ്റ്സ് ബെസ്റ്റ് ഇഫ് യു ജസ്റ്റ് യൂസ് ദി പേപ്പർ ആസ് ഇറ്റ് ഇസ്. ഇത് കണ്ടില്ലേ, ഈ ഒരു സ്ക്രാപ്പ് ബുക്കിൽ ഞാൻ കർവ്ഡ് ഷേപ്പിലാണ് കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ പേപ്പർ തന്നെ ഡയറക്ട്ലി ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്തത്. ഞാൻ 2 പേപ്പർ 2 സൈഡിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ അത്യാവശ്യം തിക്നെസ് ഇതിന് കിട്ടും. ഈ ഒരു തിക്നെസ് എന്തായാലും വരത്തില്ല, ബട്ട് സ്റ്റിൽ ഒരു ചെറിയ സ്ക്രാപ്പ് ബുക്ക് ഒക്കെ ഉണ്ടാക്കാനാണെങ്കിൽ ഇങ്ങനത്തെ ഷേപ്പിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇതായിരിക്കും ഏറ്റവും നല്ലത്. ആൻഡ് ഇങ്ങനത്തെ പേപ്പേഴ്സിന് അത്യാവശ്യം നല്ല കട്ടിയുള്ളത്
GSM പറയുകയാണെങ്കിൽ അറൌണ്ട് 300-350 GSM ഒക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് യെസ് ടേപ്പ് ഇസ് മോർ നീറ്റ്. might get wrinkled with Fevicol. Yes. So yeah, അതുകൊണ്ടാണ് ഞാൻ മെയിൻലി ഫെവിക്കോൾ യൂസ് ചെയ്യാത്തത്. ബട്ട് ഉള്ളിലൊക്കെ വെക്കുന്ന സാധനങ്ങളിൽ ഫെവിക്കോൾ വെച്ചിട്ടാണ് നമുക്ക് ചെയ്യാൻ. സോ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിന്റെ ഉള്ളിൽ ഈ സൈഡിൽ ഇതേപോലെ ഒരു പേജ് ഫിറ്റ് ചെയ്യണം. ആൻഡ് ഇതുപോലെ എന്തെങ്കിലും ഒരു കെട്ടാൻ വേണമെങ്കിൽ ഒരു റിബൺ കൊടുക്കണം. അപ്പം ഇതിന് പിങ്കിനുള്ള ഓപ്ഷൻസ് പിന്നെ പിങ്കും റെഡും കൂടെ അല്ലേ ചെയ്യുന്നത്. സോ നിങ്ങൾ പറ, പിങ്ക് ആണോ റെഡ് ആണോ? ഈ ഒരു കളർ കോമ്പിനേഷനിലാണ് പോകുന്നത്. ഇതിൻ്റെ കൂടെ ഏത് റെഡ് 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 ഓക്കെ നമുക്ക് റെഡ് വെച്ചിട്ടാണ് ചെയ്യാം. റെഡ് ഇപ്പം അത്യാവശ്യം തിക്കാണ്, ബട്ട് സ്റ്റിൽ നമ്മുടെ പേജിന് മാച്ച് ആയിക്കോളും, കുഴപ്പമൊന്നുമില്ല. ഇത് ഓർഗൻസ റിബൺ ആണ്. ഇത് ലൈക്ക് ഈ തുണി കടകൾ, അതായത് ഇങ്ങനെ മെറ്റീരിയൽ ലൈനിങ് തുണി അങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന ടൈപ്പ് നല്ല കടകളുണ്ട്, ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഞങ്ങളുടെ ഇവിടെ ഇതൊന്നും കിട്ടാറില്ല. ഇത് ഞാൻ ഓൺലൈൻ തന്നെയാണ് വാങ്ങിക്കുന്നത്. ഇതിന്റെ ഷോപ്പിന്റെ പേര് RS ക്രാഫ്റ്റ് സപ്ലൈ. ഞാൻ എന്റെ എല്ലാം നിങ്ങൾക്ക് ഫൈനലി ഈ ഹോൾ റെക്കോർഡിംഗ് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഞാൻ ഇതും കൂടെ എങ്ങനെയെങ്കിലും മെൻഷൻ ചെയ്ത് കേട്ടി തരാം. ഓക്കെ, സോ നമുക്ക് ഉള്ളിലത്തെ പേജിൽ അത്യാവശ്യം ഇച്ചിരി ഭയങ്കര എന്താ പറയുക, നിറഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രിന്റ് വെച്ചിട്ട് അകത്തെ ഈ ഒരു സൈറ്റിലുള്ള പേജസ് നമുക്ക് കൊടുക്കാം. ഇത് ഞാൻ ഒരു 7 സെന്റിമീറ്റർ വെച്ചിട്ടുള്ള പേപ്പേഴ്സ് കട്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ വരച്ചെടുക്കുന്നതിലും എനിക്കിപ്പോ പെട്ടെന്ന് കാര്യം കിട്ടുന്നുണ്ട്. സോ ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ഞാൻ ആക്ച്വലി ആദ്യമേ ഭയങ്കര സ്കെപ്റ്റിക്കൽ ആയിരുന്നു ഈ ഒരു സാധനം വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ളൊരു. കാരണം ഇറ്റ് കോസ്റ്റ് അറൗണ്ട് ലൈക്ക് 1500 ഇല്ല, അതിനേക്കാളും കുറവാണ്. എന്തോ അത്ര എന്തോ അതിന് കോസ്റ്റ് ചെയ്യായിരുന്നു. സോ അതുകൊണ്ട് ഇത് വാങ്ങിക്കണോ, വെറുതെ ഞാൻ ഉപയോഗിക്കാതിരിക്കുവോ, അങ്ങനെയൊക്കെ ഉള്ളൊരു മടി കാരണമായിരുന്നു ഞാൻ വാങ്ങിക്കാൻ തിരിഞ്ഞിരുന്നേ. പക്ഷെ ആക്ച്വലി ഇറ്റ്സ് വെരി യൂസ്ഫുൾ. നിങ്ങൾ സ്ഥിരമായിട്ട് ക്രാഫ്റ്റിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ്ലി ബൈ ഇറ്റ്. യു വിൽ റിഗ്രറ്റ് ഇറ്റ്. അത് നല്ല സാധനം തന്നെയാണ്. ഒരു വൺ ടൈം ട്രൈക്ക് ഒക്കെ ആണെങ്കിൽ കൈവച്ചതിന് വരച്ച് ചെയ്താൽ മതി. നമുക്കിപ്പോ ഈ ഷീറ്റ്സ് ഒട്ടിക്കുന്നതിന് മുന്നേ ആയിട്ട് റിബൺ ഒട്ടിക്കാം. സോ റിബൺ അല്ലാതെ ഇപ്പം കെട്ടാനുള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാഗ്നറ്റ് എങ്ങനെയെങ്കിലും വെച്ചിട്ട് വേണമെങ്കിൽ ഫ്രണ്ടിൽ സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വെൽക്രോ കിട്ടും വാങ്ങിക്കാൻ. ഇതും ഞാൻ മുമ്പേ പറഞ്ഞ ക്രാഫ്റ്റ് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റഗ്രാം ഷോപ്പ് ഉണ്ട്. ആക്ച്വലി നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ തന്നെ കുറെ കടകൾ കിട്ടും. ജസ്റ്റ് ആ സെർച്ച് ബാറിൽ നിങ്ങൾക്ക് എങ്ങനത്തെ പ്രോഡക്ട്സാണ് വേണ്ടത്, ഇപ്പൊ പേപ്പർ പാക്ക് ആണെങ്കിൽ പേപ്പർ പാക്ക് എന്ന് സെർച്ച് ചെയ്ത് കൊടുത്താൽ പല ബ്രാൻഡിന്റെ കാണാൻ പറ്റും. ഇല്ല എങ്കിൽ ഇപ്പൊ ഇങ്ങനത്തെ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് ആണെങ്കിൽ ക്രാഫ്റ്റ് മെറ്റീരിയൽസ് തന്നെ അടിച്ചു കൊടുത്താൽ മതി. ഇഷ്ടംപോലെ ഷോപ്സ് നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ തന്നെ കിട്ടും. ജസ്റ്റ് അവർക്ക് മെസ്സേജ് അയച്ച് കൊടുത്താൽ മതി. ഞാൻ ജനറലി വാങ്ങിക്കുന്ന കടകളാണ് ഇങ്ങനത്തെ സാധനങ്ങൾ, അതായത് ടേപ്പും ടൂൾസുമായിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ക്രാഫ്റ്റ് പ്രോഡക്ട്സ് മുതൽ. ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒന്നും കൂടെ വേണ്ട ഞാൻ എൻഡിൽ മെൻഷൻ ചെയ്യാം.
ഞാൻ മുമ്പേ പറഞ്ഞ അവസ്ഥ. ഹന്ന, ഞാൻ ജസ്റ്റ് ഒന്ന് ഇന്ററപ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ പാർട്ടിസിപ്പൻസിനായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇറ്റ്സ് എ വെരി ഹാപ്പി ന്യൂസ്. ദാറ്റ്സ് ഇറ്റ്. നമ്മളുടെ സെഷന്റെ ഒരു ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സെഷന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. ഓക്കെ, ആൻഡ് ദെൻ പുട്ട് ദാറ്റ് ആസ് യുവർ സ്റ്റോറി ഇൻ ഇൻസ്റ്റ. ഓക്കെ, ബൈ ടാഗിങ് IEEE Pi ആൻഡ് ഓൾസോ ട്വിസ്റ്റഡ് കാർട്ടൂൺസ്. ഓക്കെ, എന്നിട്ട് നമ്മുടെ ചാറ്റിൽ, ഓക്കെ, സെഷന്റെ ചാറ്റിൽ ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന ആളിനെയും അതുപോലെ തന്നെ സ്റ്റോറി ഇടുന്നതിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്യണ ഒരാളെയും. സോ 2 പാർട്ടിസിപ്പൻസ്. ഓക്കെ, ഈ 2 പേർക്ക് അറൈസും അതുപോലെ തന്നെ ട്വിസ്റ്റഡ് കാർട്ടൂൺസും കൂടി കമ്പൈൻ ആയിട്ട് ഗിവ് ഒരു ഗിവ് അവേ ഉണ്ട്. ഓക്കെ, സോ ഗിവ് അവേ ഇസ് ദാറ്റ് ഒരാൾക്ക് ഇപ്പൊ നമ്മുടെ ഹന്ന ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ബ്യൂട്ടിഫുൾ സ്ക്രാപ്പ് ബുക്കിന്റെ ഒരു മോഡൽ ഗിഫ്റ്റ് ആയി കിട്ടും. ആൻഡ് ദ സെക്കൻഡ് വൺ വിൽ ഗെറ്റ് a very useful craft tool. Okay, so ഈ 2 സാധനങ്ങൾ നിങ്ങൾക്ക് ഗിവ് അവേ ആയിട്ട് കിട്ടുന്നതായിരിക്കും. That very lucky 2 participants. Okay. Okay, thank you. വേഗം പണി തുടങ്ങിക്കോ. ഓക്കെ, സോ നമ്മുടെ ബേസ് ഇപ്പോൾ ഒഫീഷ്യലി റെഡി ആയിട്ടുണ്ട്. Spotify account is private. Okay, സ്ക്രീൻഷോട്ട് അയച്ചാണ്, കുഴപ്പമില്ല. Okay, yeah, so നമ്മൾ ബേസ് ഉണ്ടാക്കി കഴിഞ്ഞു. Now next step is pages. Okay, ഇപ്പം 3 പേജസിനുള്ള സാധനം ഉണ്ടാക്കിയിരിക്കുന്നു. അപ്പൊ 3 പേജസ് ഉണ്ടാക്കാൻ നേരത്ത് അതിന്റെ 2 സൈഡ്സ് ഉണ്ടല്ലോ. അപ്പം ടോട്ടൽ വരാൻ നേരത്ത് 6 സൈഡ് വരുന്നത്. ഓക്കെ, നമുക്ക് 6 സ്ക്വയർസ് ഇൻഡിവിജ്വലി കട്ട് ചെയ്തെടുക്കാം. സ്ക്വയർസിന്റെ സൈസ് എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു ഹിഞ്ചിനേക്കാളും കുറച്ചും കൂടെ വലുതും ബട്ട് നമ്മുടെ ബേസിനേക്കാളും ചെറുതുമായിരിക്കും. സോ ലൈക്ക് ഇതിനകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, കണ്ടില്ലേ, നമ്മുടെ ബേസിനേക്കാളും ചെറുതാണ് എന്നാൽ ഹിഞ്ചിനേക്കാളും വലുതാണ്. സോ ഒരു 6.5 would do good. ഞാൻ എൻ്റെ ഞാൻ എടുത്തു വെച്ചിരുന്ന ഈ ഷീറ്റ്സിൽ നിന്ന് തന്നെ പീസസ് കട്ട് ചെയ്തെടുക്കാം. What just happened to the chat section right now? ഇങ്ങനെയൊക്കെ വരുന്ന കുഞ്ഞു കുഞ്ഞു പീസസ് ഒന്നും ലൈക്ക് നമ്മളൊരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ കിട്ടുന്ന എല്ലാ സ്ക്രാപ്സും മാറ്റി മാറ്റി വെക്കുക. സോ ദാറ്റ് അത് എവിടെയെങ്കിലൊക്കെ നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. ഞാനിപ്പോ കാണിച്ചു തരാം എങ്ങനെ യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും നമ്മൾ ജസ്റ്റ് അപ്പൊ തന്നെ എടുത്ത് കളയല്ല. ഞാൻ യൂഷ്വലി ചെയ്യാൻ നേരത്ത് ഇങ്ങനെ ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു, പേപ്പേഴ്സ് കട്ട് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ അതിന്റെ എല്ലാ പീസസും എവിടെയെങ്കിലും ജസ്റ്റ് മാറ്റി മാറ്റി വെക്കും. സോ ദാറ്റ് ഐ കൻ യൂസ് ഇറ്റ് ഇൻ മൈ ലേ ഔട്ട്സ്. ഓക്കെ,
നെക്സ്റ്റ് പറയാൻ പോകുന്ന കാര്യങ്ങളാണ് ലേ ഔട്ട്. സോ ലേ ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പേജിന്റെ എങ്ങനെയാണോ അതിനകത്തുള്ള കമ്പോണൻസ് എല്ലാം അറേഞ്ച് ചെയ്ത് വെക്കുന്നത്, അങ്ങനെ പല രീതിയിലുള്ളതാണ് ലേ ഔട്ട്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ സ്ക്രാപ്പ് ബുക്കിന്റെ ബേസ് ഉണ്ടാക്കാൻ നേരത്തെ ഏറ്റവും കൂടുതൽ പേഷ്യൻസും അതുപോലെ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യേണ്ട കാര്യം ലേ ഔട്ടിന്റെ കാര്യം വരുമ്പോഴാണ് ഏറ്റവും കൂടുതൽ എനിക്ക് സമയം എടുക്കുന്നത്. ബിക്കോസ് ഞാൻ പല 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 രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിട്ടായിരിക്കും ഫൈനലി ഒരു ഉറപ്പ് വരുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ ഓക്കെ ഇത്രേ ഉള്ളൂ എന്ന് തോന്നും, പക്ഷെ ഇത് ഓരോ സാധനം എടുത്ത് വെക്കുന്നത് കുറെ വേണം, ഇവിടെ വെക്കണോ ഇവിടെ വെക്കണോ ഇവിടെ വെക്കണം ഇങ്ങനെ ആലോചിച്ച് കുറെ കഴിഞ്ഞിട്ടായിരിക്കും ഇത്രയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വരുന്നത്. സോ and layout is completely based on your creativity. Like അതിപ്പോ എനിക്ക് അതെ ക്ഷമ വേണം, സമയം എടുക്കണം ഡെഫിനറ്റ്ലി. സോ ലൈക്ക് എന്താ പറയുന്നത്, ലേ ഔട്ട് എന്ന് പറയുന്നത് എനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റ് അല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യുവർ ക്രിയേറ്റിവിറ്റി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതൊരു രീതിയിലും നിങ്ങൾക്ക് ലേ ഔട്ട്സ് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ബട്ട് എന്താ പറയുന്നത്, ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കളർ കോമ്പോസിഷന്റെ കാര്യങ്ങളുണ്ടല്ലോ. സോ ഞാൻ നേരത്തെ പറഞ്ഞ കളർ സ്കീമിന്റെ കാര്യം ഉണ്ടല്ലോ. ഇപ്പൊ മാക്സിമം 3 കളറേ തരാവൂ, അല്ലെങ്കിൽ 3 അധികം ഇല്ലാത്ത കളേഴ്സ് ആഡ് ചെയ്യാതിരിക്കുക. ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളുടെ ലേ ഔട്ട്സ് നീറ്റ് ആയിട്ട് തന്നെ വന്നോളൂ. പിന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇങ്ങനത്തെ കുറെ സ്റ്റിക്കേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. എലമെന്റ് ഷീറ്റ്സ് ഇതിന് പറയുന്നത്, എലമെന്റ്സ് എന്ന് ഇതിന് പറയുന്നത്. നമ്മൾ ഏത് കളറിലാണ് സാധനം ചെയ്യുന്നത് അതനുസരിച്ചുള്ള കുറെ എലമെന്റ്സ്. ഇത് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേട്ടോ. സ്റ്റോറിൽ നിന്ന് കിട്ടാൻ നേരത്തെ ഇതുപോലെ ഒരു വലിയ പേജ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ പേജിനകത്ത് കുറെ എലമെന്റ്സ് ഉണ്ട്. ഇതിൽ ചിലർക്ക് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് യൂസ് ചെയ്തതൊക്കെയാ. ചിലർക്ക് റെഡി ആവും, ചിലർക്ക് റെഡി ആവില്ല. സോ ഇങ്ങനെ നമുക്കിത് ഇപ്പം ചില പേപ്പർ പാക്കിന്റെ ഒക്കെ കൂടെ തന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഷീറ്റ് ആ ഒരു പേപ്പർ പാക്കുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അതിൻ്റെ കൂടെ ഒരു ഷീറ്റ് ഫുൾ ഓഫ് ഇത് കിട്ടും. ഇല്ല എങ്കിൽ യു ക്യാൻ ഓൾസോ ടേക്ക് പ്രിന്റ്സ് ഓഫ് ഇറ്റ്. സോ ഞാൻ യൂഷ്വലി ഇപ്പം എന്തെങ്കിലും ഒരു തീമോ എനിക്ക് എന്തെങ്കിലും ഒരു തീമോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ നേരത്ത് ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ഇതിപ്പോ ഒരു ഓർഡറിന് എനിക്ക് കിട്ടിയിരുന്ന ഫോട്ടോസ്. അപ്പം ഈ ഓർഡറിന് പറഞ്ഞിരുന്നത് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള തീമാണ് വേണ്ടത്. അപ്പൊ ഞാൻ പിൻട്രസ്റ്റിൽ നമ്മൾ നമുക്ക് ഇഷ്ടം പോലെ ഇങ്ങനത്തെ ഓപ്ഷൻസ് കിട്ടും. പിൻട്രസ്റ്റിൽ നിന്ന് കുറെ ഇതുപോലത്തെ എലമെന്റ്സ് തപ്പിയെടുത്ത് അതിന്റെ ഇതേപോലെ ഇങ്ങനെ പ്രിന്റ് എടുക്കാൻ, ഫോട്ടോസ് പ്രിന്റ് എടുക്കാൻ കൊടുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനത്തെ സാധനങ്ങളും വെച്ച് കൊടുക്കും. സോ ലൈക്ക് എന്തെങ്കിലും ഒരു എനിക്ക് ഒരിക്കലും ഈ ബ്രുക്ലിൻ 99 എന്നുള്ള ഷോന്റെ പെന്നെടുത്ത് വരച്ചപ്പോൾ ഇപ്പൊ തന്നെ ഇത്ര സമയം എടുക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ പണ്ട് അങ്ങനെ ചെയ്യുമായിരുന്നു. ലൈക്ക് കളർ പെൻസിൽ വെച്ചിട്ട് ഫുൾഫിൽ ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പം ലൈക്ക് ഇത്ര എളുപ്പമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഞാനിപ്പം യൂഷ്വലി പ്രിന്റ് എടുക്കുക ചെയ്യുന്നത്. സോ പിൻട്രസ്റ്റിൽ നമുക്ക് ഡയറക്ട്ലി സാധനം കിട്ടും. സോ ഈ ബ്രുക്ലിൻ 99 ഇങ്ങനെ എനിക്കൊരു ഒരിക്കലും ഒരു തീം കിട്ടിയിരുന്നു, ബ്രുക്ലിൻ 99 തീം വെച്ചിട്ട് ചെയ്യാനാണ്. അതിന്റെ കുറെ സ്റ്റിക്കേഴ്സ് ഒക്കെ പിൻട്രസ്റ്റ് കിട്ടുമായിരുന്നു. ആൻഡ് ഞാൻ ആ സ്റ്റിക്കേഴ്സ് എടുത്തിട്ട് അതിന്റെ പ്രിന്റ് എടുത്തിട്ടാണ് ആ ഒരു പ്രോജക്റ്റിൽ യൂസ് ചെയ്തത്. അപ്പൊ അങ്ങനെ നമുക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഞാൻ ലേ ഔട്ട്സിന്റെ ചോദിച്ച സ്ഥിതിക്ക് ഒരു 1-2 ജസ്റ്റ് പെട്ടെന്ന് കാണിക്കാം. ലേ ഔട്ട് കൊണ്ട് ഞാൻ ഇന്ന് മൊത്തം ഇവിടെ ഇരിക്കേണ്ടി വരും. സോ ഞാൻ കാണിക്കാം. ലേ ഔട്ട് ചെയ്യുന്നത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ കളർ തീം സെറ്റ് ചെയ്യുക, അതനുസരിച്ച് ബാക്കി എല്ലാം ചെയ്യാം. അപ്പൊ ഇത് ഓൾറെഡി പിങ്കും റെഡും ആണല്ലോ. അപ്പൊ അതിന്റെ മോളിൽ വീണ്ടും ഒരു പിങ്കും റെഡും വെച്ചാൽ അത്ര ഒരു എടുപ്പ് കാണില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് വെച്ചിട്ട് അതിന്റെ മോളിൽ കൊടുക്കാൻ പോകുന്നത്. ഈ മൂവി ഷീറ്റ് ഏതെങ്കിലും കൊടുക്കാം. ഞാൻ എന്റെ
ജസ്റ്റ് ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കാം. ഇതിനെല്ലാം ഞാനിപ്പോ ഗ്ലൂ ആ യൂസ് ചെയ്യുന്നത്. ഈ ഒരു സാധനം ഇത് ഞാൻ യൂഷ്വലി ഇങ്ങനത്തെ സ്റ്റിക്കർ കട്ട് ചെയ്യാൻ നേരത്ത് അതിന്റെ എഡ്ജ് തന്നെ എടുത്ത് കട്ട് ചെയ്യാറില്ല. ഇച്ചിരി ഒരു വൈറ്റ് സ്പേസ് അതിന്റെ സൈഡിൽ കൂടെ വരും. സോ എന്നാൽ അതിനൊന്നുകൂടെ ഒരു സ്റ്റിക്കറിന്റെ ഫീല് വരത്തുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കട്ട് ചെയ്യുമ്പോൾ അത്ര പെർഫെക്റ്റ് അല്ലെങ്കിലും വലിയ സീൻ വരുന്നില്ല. അല്ലാതെ നിങ്ങളിപ്പോ കറക്റ്റ് ആ എഡ്ജിൽ കൂടെ ഒക്കെ പോവാണെങ്കിൽ ഇങ്ങനത്തെ ടൈപ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ടൈപ്പോഗ്രഫി വരാൻ നേരത്തെ അത് കട്ട് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. ജസ്റ്റ് അതിന്റെ ഒരു ചെറിയൊരു വൈറ്റ് സ്പേസ് ഇട്ടിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് വെക്കുമ്പോൾ തന്നെ അത്യാവശ്യം എന്റെ പേജ് ഫിൽ ഔട്ട് ആവുന്നുണ്ട്. എനിക്ക് എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും കൂടെ സോ ഇങ്ങനത്തെ എലമെന്റ്സ് ഒക്കെ നമ്മൾ ഒട്ടിക്കാൻ നേരത്ത് എനിക്ക് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു സാധനമാണ് ഈ ഡബിൾ സൈഡ് ടേപ്പ്. ഇത് നമ്മുടെ നോർമൽ ഫോം ടേപ്പ് ആണ്. ഇത് വെച്ചിട്ട് ചെയ്യുവാണെങ്കിൽ ഒന്നും കൂടി അതൊന്ന് 3D ആയിട്ട് കാണാൻ ഒന്നും കൂടി ഒരു ഭംഗിയായിരിക്കും. ഇത് ഞാനിപ്പോ തൽക്കാലത്തേക്ക് അത്യാവശ്യം പിശിക്കാണ് ഉപയോഗിക്കുന്നത്. ഒന്നും വിചാരിക്കില്ല, എന്റെ കയ്യിലുള്ള സ്റ്റോക്ക് എല്ലാം വേണ്ട ഈ പരമായിരിക്കുക. അതിന് പുറത്തു പോയി വാങ്ങിക്കാനും ഇപ്പൊ പറ്റത്തില്ല. സോ പൊട്ടിയാ മതിയല്ലോ. സോ ഇങ്ങനെ ഒരു പേജ് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഇതുപോലെ നമുക്ക് പല പല അതായത് പ്ലെയിൻ ആക്കാതെ എന്തെങ്കിലും ഇതിന്റെ കൂടെ ഒരു വേറൊരു പാറ്റേണോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധമുള്ള ഒരു വേറൊരു പ്രിന്റും കൂടെ മാച്ച് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു ഇതിന്റെ കൂടെ തന്നെ കിട്ടിയിരുന്ന ഒരു ഷീറ്റാണ് എനിക്ക് ഈ ഒരു ഷീറ്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ചുമ്മാ പേജ് ആയിട്ട് ഉപയോഗിക്കാതെ ഇതിൽ ഈ ഓരോ എലമെന്റ്സ് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം അല്ലേ. ചുമ്മാ ഈ ഒരു പൂച്ചാണ്. ഇത് കട്ട് ചെയ്ത് ചുമ്മാ വേണമെങ്കിൽ എനിക്ക് ഇങ്ങനെ വെക്കാം. അതിൽ ഞാൻ ജസ്റ്റ് കുറച്ച് എനിക്കിങ്ങനെ ചുമ്മാ ഒരു ഇമേജ് മാത്രം വെക്കുമ്പോൾ എന്തോ ഒരു കുറവ് പോലെ തോന്നാറുണ്ട്. സോ അന്നേരം ഞാൻ ജസ്റ്റ് എന്തെങ്കിലും ഒരു ടൈപ്പോ പോലെ എന്തെങ്കിലും ഒരു സാധനം കൂടെ കേൾക്കും.
സോ അടുത്ത പേജ് അങ്ങനെ ചെയ്തു. ഇനി നിങ്ങൾക്ക് ഇപ്പൊ സപ്പോസ് ഫോട്ടോസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഓർഡർ ആയിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊരു ക്രാഫ്റ്റിംഗ് ബിസിനസ് ആയിട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഇപ്പൊ ചില കേസിൽ നമുക്ക് പേജസിന്റെ എണ്ണം കുറവായിരിക്കും, പക്ഷെ ഒത്തിരി ഫോട്ടോസ് ചെയ്യാനുണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ കേസസ് വരാൻ നേരത്ത് വാട്ട് യു കൻ ഡു ഇസ് യു കൻ മേക്ക് എ പോക്കറ്റ്. ഇതിനകത്ത് ഇപ്പൊ കണ്ടില്ല, ഒരു ചെറിയ പോക്കറ്റ് പോലെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അതിങ്ങനെ ജസ്റ്റ് എത്ര എണ്ണം വേണമെങ്കിലും നമുക്ക് കയറ്റി വരില്ല. സോ അതൊരു ട്രിക്കായിട്ട് വേണമെങ്കിൽ കൂട്ടാം. ലൈക്ക് അങ്ങനെ നമുക്കൊരു പോക്കറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറെ ഫോട്ടോസ് ഉള്ള കേസിൽ ഈസി ആയിട്ട് ജസ്റ്റ് ഒറ്റ പേജിൽ തന്നെ കാര്യം ചെയ്യാം. അതർ ദാൻ യൂസിങ് എലമെന്റ്സ് വാട്ട് ക്യാൻ ബി പുട്ട്. അല്ലാതെ ഉള്ളതായി ഈ കാര്യങ്ങളൊക്കെ. ലൈക്ക് പോക്കറ്റ്സ് ഒരു ഓപ്ഷനാണ്. പോക്കറ്റ്സ് ഉണ്ടാക്കുന്നതിന് ജസ്റ്റ് കാണിക്കാം. പോക്കറ്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഇപ്പൊ നമ്മൾ നമ്മുടെ പേജ്, അതായത് ഈ ബേസ് ബോർഡ് ഫുള്ളി റാപ്പ് ചെയ്തെടുത്തില്ലേ, അതേപോലെ ഇതിന്റെ ഹാഫ് റാപ്പ് ചെയ്തെടുത്താൽ നമുക്ക് പോക്കറ്റ് റെഡി ആയിക്കോളൂ. മുമ്പേ ചെയ്തിരുന്ന സെയിം സ്റ്റെപ്പ് തന്നെ. മുമ്പേ ചെയ്ത പോലെ തന്നെ സൈഡ്സ് എല്ലാം ഒന്ന് മടക്കി കൊടുക്കുന്നു. ആൻഡ് ദെൻ എഡ്ജസ് കട്ട് ചെയ്ത് കൊടുക്കുന്നു. ഇതെല്ലാം ഒന്ന് ഒപ്പിച്ച് കൊടുക്കാം. എങ്ങനെയാ വെച്ചാൽ നമുക്കൊരു പോക്കറ്റ് റെഡിയായി. ഇനി ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഫോട്ടോസ് ആണെങ്കിലും വെക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ടാഗ് എലമെന്റ്സ് കിട്ടും. ടാഗ് എലമെന്റ്സ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ടാഗ് എലമെന്റ്സ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതേ ഒരു ഷേപ്പിൽ തന്നെ സാധനം കട്ട് ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും റൈറ്റ് ചെയ്തതോ ടൈപ്പ് ചെയ്തതോ ഒട്ടിച്ചാൽ മതിയാവും. സോ ഇങ്ങനെ നിങ്ങൾക്ക് എലമെന്റ്സ് യൂസ് ചെയ്തോ അല്ലെങ്കിൽ എലമെന്റ്സ് ഇല്ലെങ്കിൽ ഇതുപോലെ പേജസ് വേണമെങ്കിലും ചെയ്യാം. ഈ ഒരു സാധനം വേണേൽ ഡെക്കറേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് ഇതുപോലെ എലമെന്റ്സിന് ഇവിടെ ഞാൻ ചെറിയ രീതിയിൽ എലമെന്റ്സ് വെച്ചിട്ടുണ്ട്. അതല്ല എങ്കിൽ ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ കിട്ടും. സ്റ്റിക്കേഴ്സ്, ബീഡ് പോലെ ഇരിക്കുന്ന സ്റ്റിക്കർ. എനിക്കിത് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സാധനം. ഇതാണെങ്കിലും സൈഡിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചുമ്മാ കൊടുക്കാം. അത് വേറൊരു ഓപ്ഷനാ. ഇതും ക്രാഫ്റ്റ് പ്രോഡക്ട്സ് എന്നുള്ള ഷോപ്പിൽ ഞാൻ വാങ്ങിച്ചത്. ഇതല്ലാതെ ഒരു ഓപ്ഷൻ ഉള്ളത് നമുക്കൊരു എക്സ്ട്രാ പേജ് പോലെ, അതായത് ഒരു ഫ്ലാപ്പ് ഒക്കെ പോലെ ആഡ് ചെയ്യാം. ബീഡ് സ്റ്റിക്കേഴ്സ്. ഇതൊക്കെ മുമ്പേ എക്സ്ട്രാ വന്നിരുന്ന പേപ്പർ. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞിരുന്നില്ലേ, നമുക്ക് ഇതിന്റെ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഇത് ഞാനിപ്പോ ചുമ്മാ ഒരു പേജിന്റെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചേ ഉള്ളൂ.
ടേപ്പ് വെച്ച് പൊട്ടിച്ചു. ചുമ്മാ ടേപ്പ് വെച്ച് പൊട്ടിച്ചു. ഇതിന്റെ മോളിൽ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ പീസ് കൊടുക്കാം. ഇങ്ങനെ ഇത് ഈ ഒരു പേജ് കണ്ടില്ലേ, ഇങ്ങനെ ഒരു എക്സ്ട്രാ ഫ്ലാപ്പ് അതേപോലെയുള്ള എൻ്റെ ഒരു വേറൊരു രീതിയിൽ ഇത് ചെയ്തേക്കണം. നമ്മൾ ഒട്ടിച്ചു വരുമ്പോൾ ഫുള്ളി ഒട്ടിച്ചു വരുമ്പോൾ മനസ്സിലാവും. അപ്പൊ ഇങ്ങനെ വേണേലും ഇത് ചെയ്യാം. പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഞാനൊന്ന് പോയി പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു ടേപ്പ്. ദിസ് ഇസ് കോൾഡ് വാഷി ടേപ്സ്. ഇതിങ്ങനെ പ്രിന്റ് വരുന്ന ടൈപ്പ് ടേപ്സാ. പല 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 പ്രിന്റ്സ് ഉണ്ട്. ഇതും ഇൻസ്റ്റഗ്രാമിൽ തപ്പിയ മതി കിട്ടിക്കോളൂ. ആമസോണിലും ഉണ്ട്, ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടില്ല. ഇത് നമുക്ക് ചുമ്മാ ഇങ്ങനെ ഒരു ഡെക്കറേഷന് കൊടുക്കാൻ പറ്റുന്ന സാധനം. എനിക്ക് വാഷി ടേപ്പിന്റെ ഫോയിൽഡ് ടൈപ്പ് ഇതിനകത്ത് ഉണ്ടല്ലോ ഒരു ചെറിയ തിളക്കമുള്ള ടൈപ്പ് ടേപ്പാ. അങ്ങനത്തെ ടേപ്പ് ഒത്തിരി ഇഷ്ടമായി യൂസ് ചെയ്യാൻ. വേറൊരു ഐഡിയ ഇതിന്റെ ഒരു സ്ഥിരം പരിപാടിയാണ് ഈ ഒരു ഐഡിയ. ദിസ് ഇസ് ലൈക്ക് ചുമ്മാ ഒരു ഷേപ്പ് ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തൊരു ടാഗ് പോലെ ആക്കി. അതിന്റെ ടിപ്പിൽ ചെറിയ ഹോള് പഞ്ച് ചെയ്യണം. ഇതൊരു ടൈപ്പ് ട്വൈൻ ആണേ. ഇത് ആമസോണിൽ നിന്ന് ഞാൻ വാങ്ങിച്ചത്. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് ചുമ്മാ റിബൺ ആണെങ്കിലും യൂസ് ചെയ്യാം. സോ ഇവിടെ ഇപ്പൊ നമ്മൾ ഗോൾഡ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ആ ഒരു ഗോൾഡ് ട്വൈൻ യൂസ് ചെയ്തേ. ആൻഡ് ദെൻ ഇത് നമുക്കൊരു ചെറിയ ഡബിൾ സൈഡ് ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കാം. ഇതെന്റെ ഒരു സ്ഥിരം പണിയാട്ടോ ഈ ഒരു സംഭവം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ത്രെഡ് വെച്ചിട്ട് റിബൺ കെട്ടി എവിടെയെങ്കിലുമൊക്കെ കേട്ടുന്നത്. സോ ഞാൻ എങ്ങനെയൊക്കെ കേട്ടാറുണ്ട്. ഫൈനലി നമുക്ക് റൈറ്റിംഗ് ഈ പിന്നെ വേണമെങ്കിൽ ഒരു ചെറിയ എന്തെങ്കിലും ഒരു amazing session, Super. Thank you. അടുത്ത പേജ് ഞാൻ ഇനി ബാക്കി എല്ലാ പേജും കാണിക്കുന്നു. ഓൾമോസ്റ്റ് 4-5 പേജ് കാണിച്ചു. ഇനിയും ഇതിലേക്ക് എങ്ങനെ ഒട്ടിക്കുന്നതെന്നുള്ളത് ഇവിടെ കാണിക്കാം. ഓക്കെ,
ഇപ്പൊ ഇത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേ ടാക്കി ടേപ്പ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ടിഷ്യൂ ടേപ്പ് യൂസ് ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ജസ്റ്റ് ഗ്ലൂ വെച്ച് തന്നെ ചെയ്യുന്നത്. എന്നിട്ട് ഇതിൽ ഈ ഒരു ഫോൾഡിന്റെ ഒരു സൈഡിലേക്ക് നമ്മൾ ഒരു പേപ്പറും മറ്റേ സൈഡിലേക്ക് മറ്റേ പേപ്പറും വെക്കുക. ആൻഡ് ദെൻ നല്ലതായിട്ട് ഇങ്ങനെ ഒന്ന് അമ്മയ്ക്ക് പിടിച്ചു. ഞാൻ ഗ്ലൂ യൂസ് ചെയ്തതിന്റെ വേറൊരു റീസൺ അടുത്ത ടിപ്പ് പറഞ്ഞു തരാൻ. ഇപ്പൊ നിങ്ങൾ ഒത്തിരി നേരം ഇത് പിടിച്ചോണ്ടിരിക്കണം എന്ന് പറഞ്ഞല്ലോ, അപ്പൊ പിടിക്കാതിരിക്കാനുള്ള ഒരു മാർഗമാണ് ഇങ്ങനത്തെ പേപ്പർ ക്ലിപ്സ് യൂസ് ചെയ്യും. സോ ലൈക്ക് പേപ്പർ ക്ലിപ്സ് ജസ്റ്റ് ഇങ്ങനെ 2 ഷീറ്റ്സിനെ ജസ്റ്റ് ഒന്ന് ചാക്കി വെച്ചാൽ അത് പിടിച്ചിരുന്നു. നമുക്ക് അപ്പൊ ആ സമയം കൊണ്ട് അടുത്ത പേജിനെ ഒട്ടിക്കാം. ദാറ്റ് ഈസ് ലൈക്ക് എ യൂസ്ഫുൾ ടിപ്പ്. സോറി, ഞാൻ and then final page. ക്ലിപ്പ് വെക്കാനും കഥാലയ്ക്കും എന്താ പറഞ്ഞ, ഇത് ഗ്ലൂ വെച്ച് ചേർന്നിട്ട് അത് ഒത്തിരി നേരം നമ്മൾ പിടിച്ചോണ്ടിരുന്നില്ല, ഇങ്ങനെ അലങ്കിക്കൊണ്ടിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മളുടെ സ്ക്രാപ്പ് ബുക്കും ഇതിന്റെ പേജസ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, ലാപ്ടോപ്പിന്റെ ചാർജ് നല്ലോണം തീരാറായിട്ടുണ്ട്. ഓക്കെ, പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കാം. സോ നെക്സ്റ്റ് ഞാൻ ഒരു ഷേക്കറും കൂടെ ആഡ് ചെയ്യുന്നത് കാണിക്കാന്ന് പറഞ്ഞിരുന്നു. സോ അതിന് നമുക്ക് നമ്മുടെ ഫ്രണ്ട് പേജിനെ ഒരു ഷേക്കർ ആക്കി എടുക്കും. സോ ഷേക്കർ ആക്കാൻ വേണ്ടി what will be needing is, ഞാൻ this is an OHP sheet. ഈ ഒരു ഷീറ്റ് നമുക്ക് ലോക്കൽ സ്റ്റോഴ്സിൽ നിന്ന് കിട്ടുന്ന സാധനം. നമ്മൾ ഈ പ്രോജക്റ്റ് ഒക്കെ ചെയ്യാൻ നേരത്ത് അതിന്റെ റിപ്പോർട്ട്സ് ഒക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ ഈ OHP ഷീറ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ നമുക്ക് സാധാരണ വലിയ വിലയൊന്നുമില്ല, അതിന് ചെയ്യാവുന്നേ ഉള്ളൂ. ആൻഡ് ദ നെക്സ്റ്റ് തിങ് യു വിൽ ബി നീഡിങ് ഇസ് സീക്വൻസ്. ഞാനൊരു സീക്വൻസ് അഡിക്റ്റ് ആണ് വേണം പറയാൻ. എൻ്റെ കുറെ സീക്വൻസ് ഉണ്ട്, പല പല കളർ. കടയിൽ നിന്ന് വാങ്ങിക്കാൻ നേരത്തെ ഏത് വേണമെന്ന് വെച്ചാൽ എല്ലാത്തിലും ഓരോന്ന് ഇങ്ങനെ പറയുന്ന ശീലമുള്ളൂ. സോ if you are a crafter you can totally relate to this. So yeah, അപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കളർ തീമുമായിട്ട് ചെയ്യുന്ന 2-3 സീക്വൻസ് എടുക്കാം. പിങ്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സീക്വൻസും കൂടെ അതും കൂടെ നമുക്ക് മിക്സ് ചെയ്ത് ഷേക്കർ ഉണ്ടാക്കാം.
So shaker ഉണ്ടാക്കാൻ നേരത്തെ first thing we'll be needing is a frame. ഫ്രെയിമിന് നമ്മൾ ചുമ്മാ ഒരു പേപ്പർ തന്നെ മതി. ഇതിനിപ്പോ തൽക്കാലത്തേക്ക് കിട്ടി വെക്കുന്നത്. ഓക്കെ, നമുക്ക് ഫ്രെയിം ഉണ്ടാക്കാം. ഫ്രെയിം ഉണ്ടാക്കാൻ ഞാനൊരു സ്ക്വയർ ഷേപ്പിലുള്ള ഫ്രെയിം തന്നെയാണ് ചെയ്യുന്നത്. സോ ഒരു 1/2 സെന്റിമീറ്റർ റഫ്ലി രീതിയിൽ നമുക്ക് സ്ക്വയർ ഇതിനകത്തൊന്ന് കട്ട് ചെയ്തെടുക്കാം. വെട്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെ വരുന്ന ഒരു സാധനത്തിന് ഫ്രെയിം എന്ന് വിളിക്കുന്നത്. ഈ ഒരു സാധനമാണ് ഫ്രെയിം. സോ അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് വേറെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഷേപ്പിലൊക്കെയാ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് അതേ രീതിയിൽ അകത്തുനിന്ന് ബ്ലേഡ് ഒക്കെ ഉപയോഗിച്ച് വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് ജസ്റ്റ് ഒരു സൈഡ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അത് ഒരു ടേപ്പ് വെച്ചിട്ട് ഒട്ടിക്കത്തേ ഉള്ളൂ. ഇറ്റ്സ് മച്ച് മോർ ഈസിയർ. ബ്ലേഡ് വെച്ച് ചെയ്യാൻ ഒന്നും കൂടെ നീറ്റായിരിക്കും സാധനം. ഇങ്ങനത്തെ ബേസിക് ഷേപ്സിനൊക്കെ ഇതുപോലെ സിസേഴ്സിന്റെ ആവശ്യമുണ്ട്. കാര്യം പെട്ടെന്ന് തീരുന്നു. നെക്സ്റ്റ് തിങ് ഈ OHP ഷീറ്റിലേക്കും ജസ്റ്റ് ഇതൊന്ന് നമുക്ക് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒരാൾ അറിയാതെ അങ്ങിട്ടായിട്ടുണ്ട്. ഞാനിത് ഗ്ലൂ വെച്ചിട്ട് ജസ്റ്റ് ഒട്ടിച്ചിട്ടുണ്ട്. അതിങ്ങനെ ജസ്റ്റ് എടുത്ത് മാറ്റാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് ഈ ഒരു എഡ്ജസിൽ കൂടി നമ്മൾ ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുക. ഈ ഡബിൾ സൈഡ് ടേപ്പ് നല്ല തിന്നായിട്ട് മുറിക്കുക. എന്നിട്ട് പുറത്തേക്ക് ചാടാത്ത രീതിയിൽ ഒട്ടിച്ചൊട്ടിച്ചു. ആൻഡ് മേക്ക് ഷുവർ ഇതിന്റെ എല്ലാ കോർണേഴ്സും അടുപ്പിച്ച് തന്നെ ഇരിക്കുകയാണ്. അതിനൊരു ഗ്യാപ്പ് കൊടുത്താൽ അതിനകത്തുനിന്ന് സീക്വൻസ് പുറത്തേക്ക് ചാടും.
ഷേക്കേഴ്സ് ആണ് എന്റെ ഏറ്റവും ലൈക് സ്ക്രാപ്പ് ബുക്കിൽ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത്. എന്റെ ഓൾമോസ്റ്റ് എല്ലാ സ്ക്രാപ്പ് ബുക്കിലും ഞാൻ എവിടെയെങ്കിലും ഒരു ചെറിയ ഷേക്കർ ഇൻക്ലൂഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതുപോലെ കുഞ്ഞി സ്ക്രാപ്പ് ബുക്ക് ഒക്കെ ഉണ്ടാക്കാൻ നേരത്തെ ഉള്ളു ചെയ്യാത്തെ, അല്ലാതെ വർക്കൊക്കെ ചെയ്യാൻ നേരത്ത് മോസ്റ്റ്ലി എല്ലാ സ്ക്രാപ്പ് ബുക്കിലും ഞാൻ ചെയ്യും. സോ ഇപ്പം നോക്കി ഇതിനകത്ത് നമ്മൾ ഫോം ഒട്ടിച്ചിട്ടുണ്ട്, ബട്ട് അത് കാണത്തുമില്ല. ഇങ്ങനെ ആയിരിക്കും അത് വരുന്നത്. പിന്നെ ഉള്ളിലേക്ക് നമുക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരുന്ന സീക്വൻസിൽ കുറച്ച് എടുത്തിടാം. സോ യൂഷ്വലി ഞാൻ വലിയ സ്ക്രാപ്പ് ബുക്സ് ഒക്കെ ഉണ്ടാക്കാൻ നേരത്ത് ആദ്യമേ തന്നെ ഒരു മിക്സ് അങ്ങ് ഉണ്ടാക്കി വെക്കും. അതായത് ഇപ്പൊ അതിന്റെ കളർ തീം അനുസരിച്ച് അത്യാവശ്യം കുറച്ച് സീക്വൻസ് നേരത്തെ എല്ലാം എന്താ പറയുന്നത് മിക്സ് ചെയ്തൊരു കുഞ്ഞു ഡപ്പയ്ക്കകത്ത് ആക്കി വെക്കും. എന്നിട്ട് ഇടയ്ക്കൊക്കെ ഇതെല്ലാം പേജസിനകത്ത് മുമ്പ് ഒരാൾ ചോദിച്ചല്ലോ വേറെ എന്തൊക്കെ ആഡ് ചെയ്യാൻ. അപ്പം പേജസിനകത്ത് ഞാൻ ചിലപ്പം ഇതേപോലെ എന്താ ഷേക്കേഴ്സ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. അന്നേരം ആ സെയിം മിക്സ് ചെയ്യുന്ന തന്നെ മൊത്തത്തിൽ യൂസ് ചെയ്യും. ഒരു ഓപ്ഷനാണ്. Just oh no, ലാപ്ടോപ്പിന്റെ ചാർജ് ഇപ്പൊ തീരും. ജസ്റ്റ് ഈ വീഡിയോ ഓഫ് ചെയ്യണേ. വേഗം പറഞ്ഞു കൊടുക്കാം. So ഇതിങ്ങനെയാണ് ഷേപ്പർ ഉണ്ടാക്കുന്നത്. I really love making this. ഇതിന്റെ മുകളിൽ കൂടെ നമുക്ക് എന്തെങ്കിലും ചെറിയൊരു എലമെന്റ് ആരെ എടുക്കണം പൂച്ചാപ്പട്ടിയെ. Okay.
Hugs and kisses. We're happy. Already the double sided tape double sided that is obsolete. Okay, so yeah, that's obviously it. And photos yeah, that's it.